ഡിസംബറിലെ തണുത്ത രാത്രിയിൽ സച്ചിയുടെ വലിയ വീടിനുള്ളിൽ ചൂട് പിടിച്ച തർക്കവും ആക്രോശങ്ങളും മുഴങ്ങി കേൾക്കുന്നുണ്ടായിരുന്നു. നഗരത്തിലെ വലിയ ബിസിനസ്സുകാരനായ സച്ചി അത്രയും നേരം കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ച പ്രൊജക്ട് ഫയലുകളും കണക്ക് പുസ്തകങ്ങളും മേശപ്പുറത്ത് വെച്ച് ദീർഘശ്വാസം എടുക്കുകയായിരുന്നു. രാവിലെ മുതൽ ഭക്ഷണം പോലും കഴിക്കാതെ ഉറക്കമളച്ച് അധ്വാനിച്ചുണ്ടാക്കിയ ലാഭത്തിന്റെ കണക്കുകളായിരുന്നു അത്. എങ്കിലും അവന്റെ ഉള്ളിൽ ചെറിയൊരു ഭയമുണ്ടായിരുന്നു. അച്ഛന്റെ അടുത്തേക്ക് ആ ഫയലുകളുമായി ചെല്ലുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന്. ഇതാണോടാ നീ ഈ മാസം ഉണ്ടാക്കിയ ലാഭം? ഫയലുകൾ വാങ്ങി ഓരോ പേജും മറിച്ചു നോക്കി അച്ഛൻ തികഞ്ഞ പുച്ഛത്തോടെ അത് മേശപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ആ കടലാസുകൾ ഉമ്മറത്തെ തറയിലേക്ക് ചിതറി വീണു. നിന്നെ പഠിപ്പിക്കാനും ഈ നിലയിലെത്തിക്കാനും ഞാൻ ചെലവാക്കിയ പൈസയുടെ 10 പോലും ഇല്ലല്ലോ ഇതിൽ. അയൽപ്പക്കത്തെ രഘുവിന്റെ മോനെ നോക്കടാ, അവൻ ഇതിന്റെ ഇരട്ടിയാണ് ഈ മാസം ബിസിനസ്സിൽ നിന്നുണ്ടാക്കിയത്. നിനക്ക് പഠിക്കാനോ ബുദ്ധിയില്ലായിരുന്നു, ബിസിനസ് ചെയ്യാനാണെങ്കിൽ അതിനും വിവരം പോരാ. അച്ഛന്റെ ശബ്ദത്തിൽ ക്രൂരമായ പരിഹാസമായിരുന്നു. സച്ചി പല്ലുകൾ കടിച്ചമർത്തി വിറയ്ക്കുന്ന വിരലുകളോടെ തറയിൽ കിടന്ന ഫയലുകൾ ഓരോന്നായി അവൻ പെറുക്കിയെടുത്തു. അച്ഛാ, കഴിഞ്ഞ 3 മാസമായി ഞാൻ ഉറങ്ങിയിട്ട്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പട്ടിണി കിടന്നാണ് ഞാൻ ഈ കമ്പനി പടുത്തുയർത്തിയത്. ഈ ലാഭം ചെറിയൊരു തുകയല്ല. അവൻ ശബ്ദമിടറാതെ പറയാൻ ശ്രമിച്ചു. മതിയട നിന്റെ ന്യായം പറച്ചിൽ. കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അച്ഛൻ അവന് നേരെ വിരൽ ചൂണ്ടി. ഞങ്ങൾ നിന്നെ വളർത്തിയതും നിനക്ക് വേണ്ടി പൈസ ചെലവാക്കിയതുമൊക്കെ പിന്നെ വെറുതെ ആണെന്ന് കരുതിയോ നീ? എന്റെ കാലം കഴിഞ്ഞാൽ ബിസിനസ് ആര് നോക്കി നടത്തും? ഈ നക്കാപ്പിച്ച ലാഭം ഉണ്ടാക്കി തരാനാണോ നിന്നെ പൈസ മുടക്കി MBA വരെ പഠിപ്പിച്ചത്? കപ്പലണ്ടി വാങ്ങാനുള്ള ലാഭം ഉണ്ടാക്കാനല്ല, ഞങ്ങൾ പറയുന്ന കണക്കുകൾ ഉണ്ടാക്കി തരാനാണ് നിന്നെ മാനേജ്മെന്റ് സീറ്റിൽ ലക്ഷങ്ങൾ മുടക്കി പഠിക്കാൻ അയച്ചത്. അന്നേ ഞങ്ങൾ മനസ്സിലാക്കണമായിരുന്നു ഒരു കാര്യവുമില്ലാതെ വളർത്തുവാണെന്ന്. അല്ല, നിന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ലെന്ന് പണ്ടേ അറിയാമായിരുന്നു. കഷ്ടകാലത്തിന് എന്റെ മോനായിപ്പോയി. അത്രയും നേരം ഉമ്മറത്തെ വാതിൽക്കൽ ചാരി നിൽക്കുകയായിരുന്ന സച്ചിയുടെ അമ്മയും അപ്പോൾ അച്ഛന് കൂട്ടായി അങ്ങോട്ടെത്തി. അമ്മയുടെ വാക്കുകൾ അച്ഛന്റേതിനേക്കാൾ മൂർച്ചയുള്ള മുള്ളുകളായിരുന്നു. ഇനിയെങ്കിലും അച്ഛൻ പറയുന്നത് കേട്ട് പഠിക്ക് സച്ചി. നിന്നേക്കാൾ പ്രായം കുറഞ്ഞ നിന്റെ കസിൻസ് ഒക്കെ എത്ര വലിയ നിലയിലാണ്. അവരൊക്കെ തന്തയ്ക്കും തള്ളയ്ക്കും കൊടുക്കുന്ന വാല്യൂവും ബിസിനസ്സിലുള്ള ശ്രദ്ധയും ബഹുമാനവും എല്ലാം നീ കണ്ടുപഠിക്കണം. നീ ഇതിങ്ങനെ ഒന്നിനും കൊള്ളാത്തവൻ. എന്തൊക്കെ സൗകര്യം നിനക്കുണ്ടാക്കി തന്നാലും നിന്റെ മുഖത്ത് എപ്പോഴും ഒരു തെളിച്ചമില്ലാത്ത ഭാവമാണ്. നിന്നെപ്പോലെ തലയില്ലാത്ത ഒന്നിനെ പ്രസവിച്ചതാണ് എന്റെ കഷ്ടകാലം, നാണമില്ലാത്ത. ആ വാക്കുകൾ ഒരു മൂർച്ചയുള്ള കത്തി പോലെ സച്ചിയുടെ നെഞ്ചിലേക്ക് തുളച്ചു കയറി. കുഞ്ഞുനാൾ മുതലേ കേൾക്കുന്നതാണ് ആ വാക്കുകൾ. ക്ലാസ്സിൽ ഒരൽപ്പം പിറകിലായാൽ തൊട്ടടുത്ത വീട്ടിലെ കുട്ടിയുമായി താരതമ്യം ചെയ്യും. കളിക്കാൻ വിടില്ല, കൂട്ടുകാരോട് സംസാരിക്കാൻ അനുവദിക്കില്ല. ജീവിതത്തിലെ ഓരോ നിമിഷവും ഒരു മത്സര പട്ടിക പോലെ അവന്റെ തലയിൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. ആർക്കു വേണ്ടിയാ അമ്മ ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത്? സച്ചിയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ പൊടിഞ്ഞെങ്കിലും അവൻ അത് പെട്ടെന്ന് തുടച്ചു മാറ്റി. ശേഷം പെട്ടെന്നൊന്ന് ശബ്ദമുയർത്തി. ചെറുപ്പം മുതലേ നിങ്ങളുടെ ഈ ടോർച്ചർ സഹിക്കുകയാണ് ഞാൻ. എന്റെ സന്തോഷങ്ങൾ, എന്റെ സ്വപ്നങ്ങൾ എല്ലാം നിങ്ങൾ നിങ്ങളുടെ ഈ വൻ സാമ്രാജ്യത്തിന് വേണ്ടി ചവിട്ടി മെതിച്ചില്ലേ? ഇപ്പൊ ലാഭത്തിന്റെ കണക്ക് പറഞ്ഞ് എന്നെ വീണ്ടും പട്ടിയുടെ വില പോലും ഇല്ലാതെ തരം താഴ്ത്തുന്നു. സച്ചി പറഞ്ഞു. നോക്കടി അവന് നാക്ക് പൊന്തുന്നത്. അച്ഛൻ അപ്പോൾ മുന്നോട്ട് വന്ന് അവന്റെ ഷർട്ടിന്റെ കോളറിൽ ആഞ്ഞു പിടിച്ചു. ഞങ്ങളുടെ പണം കൊണ്ട് തിന്നു കൊയ്ത്തിട്ട് ഞങ്ങളുടെ നേരെ തുള്ളുന്നോ? നിനക്ക് അത്ര വലിയ ഗമയുണ്ടെങ്കിൽ ഇറങ്ങിപ്പോടാ ഇവിടെ നിന്ന്. നിന്നെ പോലെ ഒരു കഴിവ് കെട്ടവനെ എനിക്ക് ആവശ്യമില്ല. സച്ചി അപ്പോൾ അച്ഛന്റെ കൈകൾ തന്റെ കോളറിൽ നിന്നും ഉറപ്പോടെ എടുത്തു മാറ്റി. അവന്റെ കണ്ണുകളിൽ പിന്നീട് സങ്കടമായിരുന്നില്ല, കനൽ പോലെ എരിയുന്ന ദേഷ്യമായിരുന്നു. ഞാൻ നിങ്ങളുടെ പണം കൊണ്ടല്ല, എന്റെ ചോരയും നീരും നൽകിയാണ് ഈ ബിസിനസ് വളർത്തിയത്. അതുകൊണ്ട് തന്നെ ഞാൻ സമ്പാദിച്ചതെല്ലാം നിങ്ങൾക്ക് തന്നിട്ട് പോകുമെന്ന് കരുതണ്ട. എന്റെ ആവശ്യത്തിനുള്ളത് ഞാൻ ചോര നീരാക്കി ഉണ്ടാക്കിയത് മാത്രം എന്റെ അക്കൗണ്ടിൽ ഉണ്ടാകും. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ തന്നെ എടുത്തോളൂ. എന്നിട്ട് പറ്റിയ ഒരാളെ വെച്ച് ബിസിനസ് വളർത്തിക്കോളൂ. അവൻ തന്റെ പോക്കറ്റിൽ നിന്നും കാറിന്റെ കീ പുറത്തെടുത്തു. മേശപ്പുറത്തിരുന്നിരുന്ന തന്റെ വാലറ്റിൽ നിന്നും ബിസിനസ് അക്കൗണ്ടിന്റെ കാർഡുകൾ എടുത്ത് അവിടെ തന്നെ എറിഞ്ഞു. ശേഷം ഫോണും വാലറ്റും മാത്രം കയ്യിലെടുത്തു. ഞാൻ പോവുകയാണ്, ശരിക്കും മടുത്തു. അവൻ അത് പറഞ്ഞ് വേഗത്തിൽ ഉമ്മറപ്പടി ഇറങ്ങി. മുതലാളി എങ്ങോട്ടേക്കാണാവോ? അച്ഛൻ അവനോട് ചോദിച്ചു. അവനൊന്നും പറഞ്ഞില്ല. ഉള്ള ബിസിനസ് മര്യാദയ്ക്ക് നോക്കി നടത്താൻ പറ്റാത്ത നീ ഇനി എവിടെ പോയി എന്ത് ചെയ്യാനാ പ്ലാൻ? അമ്മ ചോദിച്ചു. അത് നിങ്ങൾ അറിയണ്ട. എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഞാൻ പോകും. ഞാൻ തുടങ്ങി വെച്ച ചിലതൊക്കെ ഉണ്ടല്ലോ, അത് മതി എനിക്ക് ജീവിക്കാൻ. നിങ്ങൾക്കുള്ളതൊക്കെ നിങ്ങൾ തന്നെ വെച്ചോളൂ. നിങ്ങളുടെ പണവും സമ്പാദ്യവും ഒന്നും എനിക്ക് വേണ്ട. ഇനി എന്റെ സാന്നിധ്യം കൊണ്ട് നിങ്ങളുടെ സ്വസ്ഥത ഞാൻ കളയില്ല. വേറെ ആരെയെങ്കിലും ബിസിനസ്സിൽ പൈസ കൊടുത്ത് വെച്ചു നോക്കൂ. അവര് നിങ്ങൾ പറയുന്ന കോടികൾ ഉണ്ടാക്കി തരുമോ എന്ന് നോക്കാമല്ലോ. മോനെ വിറ്റ് കോടികൾ ഉണ്ടാക്കുന്ന നിങ്ങളുടെ കൊട്ടാരത്തിൽ ജീവിക്കുന്നതിൽ നല്ലത് എനിക്ക് ഏതെങ്കിലും ഓലപ്പുരയിൽ പോയി കിടക്കുന്നതാ. സച്ചി അത് പറഞ്ഞുകൊണ്ട് കാറിനരികിലേക്ക് ചെന്നു. പോടാ, പോയി തെരുവിൽ കടന്ന് ചാക്. അച്ഛൻ പിറകിൽ നിന്ന് ആക്രോശിച്ചു.
അമ്മ അപ്പോൾ ഒന്നും മിണ്ടാതെ പുച്ഛത്തോടെ മുഖം തിരിച്ചു നിൽക്കുക മാത്രം ചെയ്തു. സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും സ്വാർത്ഥതയും സ്നേഹമില്ലായ്മയും കണ്ട് സച്ചിയുടെ ഉള്ളിൽ ജീവിതത്തോട് തന്നെ വല്ലാത്ത അറപ്പ് തോന്നി. അവൻ അവർക്ക് മറുപടി കൊടുക്കാൻ നിൽക്കാതെ കാറിന്റെ ഡോർ വലിച്ചു തുറന്നു. ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്ന പാടെ അവൻ കാർ സ്റ്റാർട്ട് ചെയ്തു. ദേഷ്യത്തോടെ അവന്റെ കാലമർന്നപ്പോൾ കാറിന്റെ എഞ്ചിൻ ആർത്തിരമ്പി. ഗേറ്റ് കടന്ന് അവന്റെ കാർ റോഡിലേക്ക് പാഞ്ഞു കയറി. റോഡിലെ വെളിച്ചങ്ങൾക്കിടയിലൂടെ വണ്ടി പായുമ്പോൾ കാറിന്റെ സ്റ്റിയറിംഗിൽ അമർന്നിരുന്ന സച്ചിയുടെ കൈകൾ ദേഷ്യം കൊണ്ടും അമർഷം കൊണ്ടും വിറയ്ക്കുന്നുണ്ടായിരുന്നു. റോഡിനിരുവശത്തുമുള്ള തണൽ മരങ്ങളെ തഴുകിപ്പോകുന്ന രാത്രിയുടെ തണുത്ത കാറ്റിലും സച്ചിയുടെ ഉള്ളിൽ കനലുകൾ ആളിക്കത്തുകയായിരുന്നു. അവന്റെ കൈകൾ കാറിന്റെ സ്റ്റിയറിംഗ് വീലിൽ മുറുകി. വിരലുകളിലെ ഞരമ്പുകൾ എഴുന്നേറ്റ് നിന്നു. കാറിന്റെ എഞ്ചിൻ ആഞ്ഞിരമ്പുന്നുണ്ടെങ്കിലും അതിനേക്കാൾ വലിയൊരു കടലിരമ്പൽ അവന്റെ ഉള്ളിൽ നടക്കുന്നുണ്ടായിരുന്നു. സ്പീഡോമീറ്ററിലെ സൂചി വശങ്ങളിലേക്ക് ആടി ഉലഞ്ഞു. റോഡിലെ മഞ്ഞ സ്ട്രീറ്റ് ലൈറ്റുകൾ വിൻസ്ക്രീനിൽ നീളമുള്ള വെളിച്ചക്കീറുകളായി തെളിഞ്ഞു മറഞ്ഞു. അവന്റെ മനസ്സിൽ അപ്പോഴും അച്ഛന്റെയും അമ്മയുടെയും വാക്കുകൾ മുള്ളുപോലെ തറഞ്ഞു നിൽക്കുകയായിരുന്നു. കുട്ടിക്കാലം തൊട്ടേ അനുഭവിക്കുന്നതാണ് ഈ താരതമ്യപ്പെടുത്തൽ. സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ ഉയർന്ന മാർക്ക് വാങ്ങിയപ്പോഴും ഒടുവിൽ സ്വന്തം അധ്വാനം കൊണ്ടൊരു ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തിയപ്പോഴും ഒക്കെ അച്ഛനും അമ്മയ്ക്കും ഒന്നു മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ: പോരാ. മറ്റുള്ളവരുടെ മക്കളുടെ വിജയങ്ങളെ ഉയർത്തിക്കാട്ടി സ്വന്തം മകന്റെ അധ്വാനത്തെ എന്നും തരം താഴ്ത്തുന്ന അച്ഛൻ, അതിന് ഫുൾ സപ്പോർട്ട് കൊടുത്ത് കൂട്ടുനിൽക്കുന്ന അമ്മ. ആർക്കു വേണ്ടിയാ ഞാൻ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഈ സമ്പാദിച്ചു കൂട്ടുന്നത്? എന്തൊക്കെ ചെയ്താലും നിങ്ങൾക്ക് എന്നെ ഒരു മനുഷ്യനായി കാണാൻ പറ്റുന്നില്ലല്ലോ. അവന്റെ മനസ്സ് ദേഷ്യം കൊണ്ട് മുറുകി. ടൗണിലെ ഏറ്റവും തിരക്കേറിയ ബീച്ചിനരികിലേക്കാണ് സച്ചി വണ്ടി കൊണ്ടുപോയി നിർത്തിയത്. കാറിന്റെ ഡോർ തുറന്നവൻ പുറത്തേക്കിറങ്ങി. കടലിൽ നിന്നടിക്കുന്ന തണുത്ത കാറ്റ് അവന്റെ മുഖത്തടിച്ചെങ്കിലും ഉള്ളിലെ ദേഷ്യവും നിരാശയും ഒട്ടും കുറഞ്ഞില്ല. അവൻ കാറിന്റെ ബോണറ്റിൽ കൈകൾ കുത്തി നിലത്തേക്ക് നോക്കി നിന്നു. തന്തയായാലും തള്ളയായാലും ഒക്കെ കണക്കാ. രണ്ടിനും പണം മാത്രം മതി. ഹൃദയമില്ലാത്ത രണ്ട് ജന്മങ്ങൾ. എന്തിനാണാവോ ഇവരെന്നെ ജനിപ്പിച്ചത്? ജനിച്ചപ്പോ തന്നെ കൊന്നുകളഞ്ഞാ മതിയായിരുന്നല്ലോ. അവൻ സ്വയം പിറുപിറുത്തു. ആ രാത്രി ക്രിസ്മസ് ഡാവ് ആയതുകൊണ്ട് തന്നെ ബീച്ചിലാകെ നല്ല തിരക്കുണ്ടായിരുന്നു. കടലോരത്തുടനീളം ലൈറ്റുകൾ മിന്നിമറയുന്നുണ്ടായിരുന്നു. ആളുകൾ കുടുംബത്തോടും കൂട്ടുകാരോടുമൊപ്പം ക്രിസ്മസ് ആഘോഷത്തിന്റെ ലഹരിയിൽ ചിരിച്ചുല്ലസിച്ച് നടക്കുകയാണ്. അന്തരീക്ഷത്തിൽ പാട്ടുകളുടെ ഈണങ്ങളും തണുത്ത രാത്രിക്കാറ്റും നിറഞ്ഞു നിന്നിരുന്നു. ചുറ്റുമുള്ള ആളുകളുടെ സന്തോഷവും ആൾക്കൂട്ടത്തിന്റെ ബഹളവും കണ്ടപ്പോൾ സച്ചിയുടെ ഉള്ളിലെ ദേഷ്യവും അങ്ങ് വല്ലാതെ ഇരട്ടിയായി. എല്ലാവരും കൂട്ടുകാരും കുടുംബവും ഒക്കെയായി സന്തോഷത്തിമിർപ്പിലാണ്. എന്നാൽ താൻ മാത്രം ഒറ്റയ്ക്ക്. സ്വന്തം ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഇല്ലാതെ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിൽ ആൾക്കൂട്ടത്തിനിടയിലൂടെ വെറുതെ കണ്ണോടിച്ചപ്പോഴാണ് തൊട്ടടുത്തുള്ള ഒരു തെരുവ് വിളക്കിന്റെ വെളിച്ചത്തിലേക്ക് അവന്റെ നോട്ടം വീണത്. അവിടെ ബീച്ചിന്റെ അതിരിലുള്ള ഒരു തണൽ മരത്തിന് കീഴിൽ അവനെപ്പോലെ തന്നെ ഒറ്റപ്പെട്ടുകൊണ്ട് ഒരു പെൺകുട്ടി നിൽപ്പുണ്ടായിരുന്നു. അവളെ കണ്ടതും സച്ചിയുടെ ശ്രദ്ധയൊന്നു മാറി. ആ ബീച്ചിൽ അവനും അവളും മാത്രമേ ഒറ്റപ്പെട്ടുകൊണ്ടുണ്ടായിരുന്നുള്ളൂ. ഒരു ബാഗും പിടിച്ച് അല്പം പേടിയോടെയും ഭയത്തോടെയും ചുറ്റും നോക്കി നിൽക്കുകയായിരുന്നു അവൾ. വെള്ള നിറത്തിലുള്ള ചുരിദാറാണ് ധരിച്ചിരിക്കുന്നത്. കണ്ടാൽ തറവാട്ടിൽ പിറന്ന മാന്യമായ ചുറ്റുപാടിൽ വളർന്ന കുട്ടിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയും. അവളുടെ വസ്ത്രധാരണത്തിലും നിൽക്കുന്ന രീതിയിലുമൊക്കെ നല്ല അച്ചടക്കമുള്ള ഒരു പെൺകുട്ടിയുടെ രീതി ഉണ്ടായിരുന്നു. ഒപ്പം എന്തോ ഒരു ഭയവും നിസ്സഹായതയും കൂടെ ഉണ്ടായിരുന്നു. സച്ചി അപ്പോൾ അവളെ തന്നെ ഉറ്റുനോക്കി. അവൾ അപ്പോൾ അതിലെ പോകുന്ന പുരുഷന്മാരെ ശ്രദ്ധിക്കുന്നത് അവൻ കണ്ടു. ഇവളിത് പോക്ക് കേസാണോ? സച്ചിക്ക് ഒരു നിമിഷം അത്ഭുതം തോന്നി. ശരീരം വിൽക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഒരു പെൺകുട്ടിയുടെ യാതൊരു ലക്ഷണവും അവളിൽ ഉണ്ടായിരുന്നില്ല. പകരം വഴിതെറ്റി പേടിയോടെ പകച്ചു നിൽക്കുന്ന ഒരു കുഞ്ഞിനെ പോലെയാണ് അവന് തോന്നിയത്. ഇത്രയും നല്ലൊരു പെൺകുട്ടി ഇങ്ങനെ ഒരു സ്ഥലത്ത് രാത്രി വൈകി എന്താണ് ചെയ്യുന്നത്? അവന്റെ ഉള്ളിൽ ചോദ്യങ്ങൾ ഉയർന്നു വന്നു. അവൻ ആലോചിച്ചു നിൽക്കുമ്പോൾ തന്നെ ബീച്ചിന്റെ ഇരുണ്ട കോണിൽ നിന്നും രണ്ടുപേർ അവൾക്കരികിലേക്ക് നടന്നെടുക്കുന്നത് സച്ചി കണ്ടു. രാത്രികാലങ്ങളിൽ ഇറങ്ങുന്ന തരക്കാരായിരുന്നു അവർ. അവൾക്ക് തൊട്ടു മുന്നിൽ പോയി നിന്നു. അവരിൽ ഒരുത്തൻ അല്പം ധാർഷ്ട്യത്തോടെ അവളോട് ചോദിച്ചു, എന്താടോ, എന്താ റേറ്റ്? ആ വാക്ക് കേട്ടതും ആ പെൺകുട്ടി ഞെട്ടി ഒരടി പിറകിലേക്ക് വെച്ചു. അവളുടെ കണ്ണുകളിൽ ഭയം ഇരച്ചു കയറി. ആ വാക്ക് അവളെ ആകെ തളർത്തി കളയുന്നതുപോലെ സച്ചിക്ക് തോന്നി. സച്ചിയുടെ ഉള്ളിൽ അപ്പോൾ എന്തോ ഒരു അസ്വസ്ഥത തോന്നി. അവൻ മറ്റൊന്നും ആലോചിക്കാതെ അവൾ നിൽക്കുന്ന ഭാഗത്തേക്ക് വേഗത്തിൽ നടന്നു. ഉയരമുള്ള ഗൗരവക്കാരനായ സച്ചി കാറിനടുത്തു നിന്നും ഉറച്ച ചുവടുകളോടെ അങ്ങോട്ട് വരുന്നത് കണ്ടപ്പോൾ അവൾക്കരികിൽ വന്ന് റേറ്റ് ചോദിച്ച രണ്ടുപേരും ഒന്ന് പതറി. സച്ചിയുടെ വേഷവും പ്രൗഢിയും വരവും കണ്ടപ്പോൾ ആ പെൺകുട്ടിയുടെ കൂടെയുള്ള ആരോ ആണെന്ന് അവർ തെറ്റിദ്ധരിച്ചു. വാടാ പോകാം, ഇത് നമ്മൾ ഉദ്ദേശിച്ച കേസല്ല. ഏതോ വലിയ പാർട്ടിയാ, കൂടെ ആളുണ്ട്, വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നമുണ്ടാക്കണ്ട എന്ന് പറഞ്ഞ് അവർ തിരിഞ്ഞു നോക്കാതെ വേഗത്തിൽ നടന്നുപോയി.
അവർ പോയതും സച്ചി ആ പെൺകുട്ടിയുടെ തൊട്ടു മുന്നിൽ ചെന്നു നിന്നു. അവൻ അവളെ അടിമുടി ഒന്ന് നോക്കി. ഭംഗിയുള്ള കണ്ണുകൾ, പേടികൊണ്ട് വിളറിയ മുഖം, ആകെ ഭയന്നു വിറച്ച അവസ്ഥ. അവളുടെ രൂപവും ഭാവവും കണ്ടപ്പോൾ അവൻ മനസ്സിൽ കരുതിയതുപോലെ തന്നെ ഏതെങ്കിലും നല്ല കുടുംബത്തിൽ പിറന്ന പെൺകുട്ടിയാണെന്ന് അവൻ ഉറപ്പായി. അങ്ങനെയുള്ള ഒരു കുട്ടി ഇത്തരമൊരു തൊഴിലിനായി അല്ലെങ്കിൽ ഈ ഒരു ആവശ്യത്തിനായി ഇവിടെ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോ തന്നെ പോലെ എന്തോ കണ്ണുനീര് കാണും. ഇനി തന്തയും തള്ളയും ഇറക്കിവിട്ട ദേശത്തിനെങ്ങാനും വന്ന് നിൽക്കുകയാണോ? മനസ്സ് വിങ്ങുന്ന വിഷമത്തിൽ അവൻ അങ്ങനെയൊക്കെയാണ് തോന്നിയത്. തന്നെ പോലെ എന്തോ കണ്ണീർ കഥ കാണുമെന്ന് മാത്രം അവൻ ഊഹിച്ചു. അവൾ അപ്പോൾ പതറിയ കണ്ണുകളോടെ സച്ചിയുടെ കണ്ണുകളിലേക്ക് നോക്കി. ഗാംഭീര്യമുള്ള അവനെ കണ്ട് അവൾ കയ്യിലിരുന്ന ബാഗിന്റെ വള്ളിയിൽ കൂടുതൽ മുറുക്കി പിടിച്ചു. സച്ചി അപ്പോൾ ശാന്തമായി എന്നാൽ ഗൗരവമുള്ള ശബ്ദത്തിൽ ചോദിച്ചു, അവര് വന്ന് നിന്നോട് ചോദിച്ചത് ഞാൻ കേട്ടു. നീ ഇവിടെ മറ്റു വല്ല ഉദ്ദേശത്തിലുമാണോ നിൽക്കുന്നത്? ആ ചോദ്യം കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. തൊണ്ടയിൽ വാക്കുകൾ കുടുങ്ങുന്നതുപോലെ അവൾ ഒന്ന് പതറി. എന്നിട്ട് മറുപടി ഒന്നും പറയാനാവാതെ വളരെ മെല്ലെ തലയാട്ടി. അതെ എന്ന് അവൾ സമ്മതിച്ചു. ആ മറുപടി കേട്ടപ്പോൾ സച്ചി ഒന്നും മിണ്ടാതെ കുറച്ചു നേരം നിന്നു. ആ ബീച്ചിന്റെ അരികിൽ കടലിരമ്പലിന്റെ പശ്ചാത്തലത്തിൽ അവർ രണ്ടുപേരും നിശബ്ദരായി പരസ്പരം നോക്കി. അത് ശരി, അപ്പൊ നീ പണിക്കായി തന്നെ ഇറങ്ങിയതാണല്ലേ? സച്ചി ചോദിച്ചു. എങ്കിൽ പറ, എത്രയാ നിന്റെ റേറ്റ്? ആ വാക്ക് കേട്ടതും അവളുടെ ശരീരത്തിലൂടെ ഒരു വിറയൽ പാഞ്ഞുപോയി. സ്വന്തം ആത്മാഭിമാനത്തിനു മേൽ ആരോ ചവിട്ടി മെതിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. പെട്ടെന്ന് മറുപടി ഒന്നും പറയാൻ കഴിയാതെ അവൾ അങ്ങനെ നിന്നു. എന്താടോ മിണ്ടാത്തെ? റേറ്റ് എത്രയാണെന്ന് ചോദിച്ചത് കേട്ടില്ലേ? സച്ചി ശബ്ദം അല്പം ഉയർത്തി. അവൾ അപ്പോൾ പതറിയ കണ്ണുകളോടെ സച്ചിയുടെ മുഖത്തേക്ക് നോക്കി. ആ വെളിച്ചത്തിൽ അവളുടെ കണ്ണുനീർ തുള്ളികൾ വല്ലാതെ തിളങ്ങി. അങ്ങനെ പ്രത്യേകിച്ച് റേറ്റ് ഒന്നുമില്ല സാർ. വളരെ ചെറിയ ശബ്ദത്തിൽ വിറയലോടെ അവൾ പറഞ്ഞു. സാർ എത്ര തരാൻ തയ്യാറാണ്? സച്ചി ഒന്ന് നെറ്റി ചുളിച്ചു. അവന്റെ മനസ്സിൽ അത്ഭുതവും അതോടൊപ്പം സംശയവും ഇരച്ചു കയറി. തെരുവിൽ നിൽക്കുന്ന ഏതൊരു പെൺകുട്ടിയും അവരുടെ ഫിക്സഡ് ചാർജ് ആയിരിക്കുമല്ലോ കൃത്യമായി പറയുക. പക്ഷെ ഇവൾക്ക് അതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ലേ? അവന് തോന്നി. അതെന്താ അങ്ങനെ? ഇവിടെ നിൽക്കുന്നവർക്കൊക്കെ കൃത്യമായൊരു റേറ്റ് കാണുമല്ലോ, നിനക്ക് മാത്രം റേറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥമെന്താ? സച്ചി അവളുടെ മുഖത്തേക്ക് സൂക്ഷ്മമായി നോക്കി. അവൾ ഒന്നും പറഞ്ഞില്ല. അവളുടെ മുഖത്തൊരു പ്രത്യേക ഭാവമായിരുന്നു. അത് നാണമോ അപമാനമോ അല്ലായിരുന്നു. പകരം ഒരു വശത്ത് അപാരമായ ഭയവും മറുവശത്ത് ഏതോ വലിയ കാര്യത്തിനു വേണ്ടിയുള്ള നെട്ടോട്ടം പോലെ ജീവൻ മരണ പോരാട്ടം നിറഞ്ഞൊരു നിസ്സഹായതയുമായിരുന്നു. അവളുടെ ചുണ്ടുകൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. വിരലുകൾ കയ്യിലിരുന്ന ബാഗിന്റെ വള്ളിയിൽ അത്രമേൽ മുറുക്കി പിടിച്ചിരുന്നു. സച്ചിയുടെ ചോദ്യങ്ങൾ അവൾക്ക് മുന്നിൽ ഒരു മതിലുപോലെ ഉയർന്നപ്പോൾ ഒടുവിൽ അവൾ എല്ലാ ധൈര്യവും സംഭരിച്ച് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, എനിക്കൊരു 10,000 രൂപ വേണം സാർ. 10,000മോ? സച്ചി പെട്ടെന്ന് ഞെട്ടലോടെ ചോദിച്ചു. ഒരു രാത്രിക്ക് വേണ്ടി 10,000 രൂപ ചോദിക്കുന്നത് കേട്ട് അവൻ അത്ഭുതം അടക്കാനായില്ല. ഇത് കുറച്ചു കൂടുതലാണല്ലോടോ. ഇവിടെ തെരുവിൽ നിൽക്കുന്നവർക്ക് ആളുകൾ കൊടുക്കുന്ന തുകയെക്കുറിച്ച് എനിക്ക് ഏകദേശ ബോധ്യമുണ്ട്. അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് നീ ചോദിക്കുന്നത്. എന്താണ് ഇത്ര വലിയ തുകയൊക്കെ പറയുന്നത്? അവൻ ചോദിച്ചു. സച്ചിയുടെ വാക്കുകൾ കേട്ടെങ്കിലും അവൾ തന്റെ തീരുമാനത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അവളുടെ കണ്ണുകളിൽ ദീനമായ ഒരു യാചന ഉണ്ടായിരുന്നെങ്കിലും ആ തുകയുടെ കാര്യത്തിൽ വലിയൊരു കടുംപിടുത്തമുള്ളതുപോലെ സച്ചിക്ക് തോന്നി. അതെ സാർ, ആ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വരൂ. അവൾ ഇടറിയ എന്നാൽ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. സച്ചി അപ്പോൾ അവളെ തന്നെ നോക്കി. ഈ പൈസ കൂടുതലല്ലേടോ? അവൻ വീണ്ടും ചോദിച്ചു. എനിക്ക് ആ തുക അത്യാവശ്യമാണ് സാർ. അതിൽ കുറഞ്ഞൊരു തുകയ്ക്ക് ഞാൻ... അവൾ ബാക്കി പറയാനാവാതെ തല താഴ്ത്തി. സച്ചി കുറച്ചു സമയം ഒന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കി നിന്നു. വസ്ത്രധാരണത്തിലും സംസാരത്തിലുമൊക്കെ മാന്യത പുലർത്തുന്ന ഒരു പെൺകുട്ടി ഈ പണി ചെയ്യുന്നെങ്കിൽ അതിനു പിന്നിൽ എന്തോ വലിയൊരു കഥയുണ്ടാകും. അവൻ വീണ്ടും ഓർത്തു. എന്തേലും ആകട്ടെ, 10,000 രൂപ തന്നെ സംബന്ധിച്ച് വളരെ ചെറിയൊരു തുകയാണ്. പക്ഷേ അവൾക്കത് അവളുടെ ജീവന്റെ വിലയായിരിക്കാം. ശരി, നീ വാ. ഒരു നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം സച്ചി കാറിന്റെ ഡോറിന് നേരെ നടന്നു. വാ, കയറ്. അവൻ കാറിന്റെ മുൻവശത്തെ ഡോർ തുറന്നുകൊടുത്ത് അവളോട് പറഞ്ഞു. അവൾ ഒന്നും മടിച്ചു നിന്നു. അപരിചിതനായ ഒരു പുരുഷന്റെ കാറിൽ ആ അർദ്ധരാത്രിയിൽ കയറാൻ അവൾക്ക് മടിയുണ്ടായിരുന്നു. പക്ഷേ ഈ പണിക്ക് നിൽക്കുന്ന താൻ എന്തിനു പേടിക്കണം? തൊട്ടടുത്ത നിമിഷം കണ്ണുകൾ അടച്ച് ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവൾ സച്ചിയുടെ കാറിലേക്ക് കയറിയിരുന്നു. സച്ചി ഡോർ അടച്ച് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. കാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ പെൺകുട്ടി സീറ്റിൽ ഒതുങ്ങിയിരുന്ന് ജനലിലൂടെ പുറത്തേക്ക് നോക്കി. അവളുടെ ഹൃദയമിടിപ്പ് സച്ചിക്ക് പോലും കേൾക്കാമായിരുന്നു. കാർ ബീച്ചിന്റെ തീരത്തു നിന്നും സിറ്റിയുടെ പ്രധാന റോഡിലേക്ക് പ്രവേശിച്ചു. വഴിയിലുടനീളം രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. കാറിനുള്ളിൽ വല്ലാത്തൊരു നിശബ്ദത തളം കെട്ടി നിന്നു.
സച്ചി കാർ ഓടിക്കുമ്പോൾ ഇടയ്ക്കിടെ സൈഡ് മിററിലൂടെ അവളെ നോക്കി. അവൾ കൈകൾ കൂട്ടിപ്പിടിച്ച് എന്തോ പ്രാർത്ഥനയിൽ എന്ന പോലെ കണ്ണുകൾ അടച്ചിരിക്കുകയായിരുന്നു. ചെറിയ ഹോട്ടലുകളിലേക്കൊന്നും പോകാതെ ടൗണിലെ ഏറ്റവും പ്രശസ്തവും വലുതുമായ ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്കാണ് സച്ചി കാർ നേരെ വിട്ടത്. ഉയർന്ന വലിയ മതിൽക്കെട്ടുകളും കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചവും നിറഞ്ഞ വലിയ ഹോട്ടലിന് മുന്നിലേക്ക് കാർ ചെന്ന് നിന്നപ്പോൾ അവൾ ഞെട്ടലോടെ കണ്ണുകൾ തുറന്നു. ഹോട്ടലിന്റെ കൂറ്റൻ കവാടവും യൂണിഫോം ധരിച്ച സെക്യൂരിറ്റിക്കാരും തിളങ്ങി നിൽക്കുന്ന ഗ്ലാസ് വാതിലുകളും കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ വിടർന്നു. ഇയാൾ ഇത്ര വലിയ ക്യാഷുകാരനാണോ എന്ന ഭാവത്തിൽ അവൾ ഒന്ന് അവനെ നോക്കി. സച്ചി കാർ പാർക്ക് ചെയ്ത ശേഷം അവളിലേക്ക് തിരിഞ്ഞു. ഇറങ്ങിക്കോ, അവൻ വളരെ ശാന്തനായി പറഞ്ഞു. അവൾ ഭയത്തോടെ ആ വലിയ ഹോട്ടലിലേക്കും സച്ചിയുടെ മുഖത്തേക്കും മാറി മാറി നോക്കി. വിറയ്ക്കുന്ന കാലുകളോടെ കാറിൽ നിന്നിറങ്ങി. സച്ചിയും അപ്പോൾ കാറിൽ നിന്നും ഇറങ്ങി മുന്നോട്ട് നടന്നു. അവൾ വിറയ്ക്കുന്ന കാലുകളോടെ തന്നെ കയ്യിലുള്ള ബാഗ് നെഞ്ചോട് ചേർത്തു പിടിച്ച് അവന്റെ പിന്നാലെ നടന്നു. ലിഫ്റ്റിലേക്ക് കയറുമ്പോഴും അവളുടെ കണ്ണുകൾ നിലത്തേക്ക് തന്നെ ഉറച്ചിരുന്നു. ലിഫ്റ്റിന്റെ കണ്ണാടിയിൽ സച്ചിയുടെ രൂപം തെളിഞ്ഞു കാണാമായിരുന്നു. കാണാൻ നല്ല ഉയരവും നിറവും താടിയും ഒക്കെയുള്ള സുന്ദരനായൊരു ചെറുപ്പക്കാരൻ. ഗൗരവം നിറഞ്ഞ മുഖമാണെങ്കിലും ഉള്ളിലെ ദേഷ്യം പുറത്തു കാണിക്കാതെ അവൻ നിന്നു. അവൻ സ്ഥിരമായി പോകാറുള്ള ഹോട്ടലായിരുന്നതുകൊണ്ട് തന്നെ അവൻ അവിടെ ഒരു VIP റൂം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബുക്കിംഗ് ഒന്നും ആവശ്യം വന്നില്ല. ഹോട്ടലിന്റെ ഇടനാഴിയിലൂടെ നടന്ന് റൂമിന് മുന്നിലെത്തിയപ്പോൾ സച്ചി കീകാർഡ് ഉപയോഗിച്ച് ഡോർ തുറന്നു. അവൾ മടിച്ചു പുറത്തു തന്നെ നിന്നു. കയറി വാ, സച്ചി തിരിഞ്ഞു നോക്കാതെ റൂമിനുള്ളിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. അവൾ പതുക്കെ കാൽവെപ്പുകളോടെ അകത്തേക്ക് കയറി. കൂറ്റൻ കട്ടിലും അഴകുള്ള ലൈറ്റുകളും വലിയ പട്ടുതിരശീലകളും നിറഞ്ഞ മുറിയിലെ ആഡംബരം അവളെ കൂടുതൽ ഞെട്ടിപ്പിക്കുകയായിരുന്നു. സച്ചി അപ്പോൾ തിരിഞ്ഞ് അവളെ നോക്കി. ആ വെളിച്ചത്തിൽ അവളുടെ മുഖമാകെ വിളറി വെളുത്തിരിക്കുന്നത് അവൻ കണ്ടു. പെട്ടെന്നാണ് അവനൊരു കാര്യം ഓർമ്മ വന്നത്. നീ ഫുഡ് കഴിച്ചിരുന്നോ? അവൻ ശാന്തമായി ചോദിച്ചു. അവൾ മറുപടി ഒന്നും പറയാതെ അവിടെ തന്നെ നിന്നു. അവളുടെ ശ്രദ്ധ എവിടെയോ നഷ്ടപ്പെട്ടിരുന്നു. ചോദിച്ചത് കേട്ടില്ലേ, ഫുഡ് കഴിച്ചിരുന്നോ എന്ന്? സച്ചി ശബ്ദത്തിൽ അല്പം അമർഷം വരുത്തി ചോദിച്ചു. അവൾ ഞെട്ടലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. കണ്ണുകളിൽ ഭയത്തിന്റെ നിഴലാട്ടം കൂടി വന്നു. ഇല്ല, വളരെ ചെറിയൊരു ശബ്ദത്തിൽ അവൾ തലയാട്ടി. സച്ചി ഒന്നും മിണ്ടാതെ റൂമിലെ ഫോൺ എടുത്ത് റിസപ്ഷനിലേക്ക് വിളിച്ചു. 2 പേർക്കുമുള്ള നല്ല അത്താഴം മുറിയിലെത്തിക്കാൻ ഓർഡർ നൽകി. ഫോൺ വെച്ച ശേഷം അവൻ തന്റെ കോട്ട് ഊരി കട്ടിലിലേക്ക് എറിഞ്ഞു. മണിക്കൂറുകളായി ബിസിനസിന്റെ കണക്കുകളും വീട്ടിലെ വഴക്കും പിന്നെ ഡ്രൈവിംഗും ഒക്കെ കൂടെ ഉണ്ടാക്കിയ ക്ഷീണം അവന്റെ മുഖത്ത് നന്നായി ഉണ്ടായിരുന്നു. അവൻ ആ വലിയ കട്ടിലിലേക്ക് മലർന്നു കിടന്നു. ഒരു കൈ നെറ്റിയിൽ വെച്ച് അവൻ കണ്ണുകൾ അടച്ചു. അവിടെ തന്നെ നിൽക്കാതെ ഇവിടെ എങ്ങാനും വന്നിരിക്കെ, ധാരാളം സ്ഥലമുണ്ടല്ലോ. കിടന്നുകൊണ്ട് തന്നെ അവൻ പറഞ്ഞു. അവൾ അപ്പോൾ കട്ടിലിന്റെ ഒരു കോണിലേക്ക് ഭയത്തോടെ പതുങ്ങി വന്നിരുന്നു. അവളുടെ ശരീരമാകെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ ശ്വാസം എടുക്കുന്നത് പോലും സച്ചിക്ക് കേൾക്കാമായിരുന്നു. അവളുടെ ആ പരിഭ്രമവും വിറയലും കണ്ടപ്പോൾ സച്ചിയുടെ ഉള്ളിൽ വലിയൊരു സംശയം തോന്നി. ഇവളിത് ആദ്യമായിട്ടാണോ ഇതിന് വരുന്നത്? അവൻ കണ്ണുകൾ തുറന്ന് അവളെ നോക്കി. കട്ടിലിന്റെ ഒരറ്റത്തൊതുങ്ങിക്കൂടിയിരിക്കുന്ന അവളുടെ ഭാവം കണ്ടപ്പോൾ അവൻ എന്തോ തോന്നി. അവൻ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷെ ആ ചിരിയിൽ പരിഹാസമായിരുന്നു. എന്താ തനിക്കൊരു പരിങ്ങൽ? നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നല്ല വശമായിരിക്കുമല്ലോ. നിങ്ങളല്ലേ താല്പര്യമെടുത്ത് ഞങ്ങളെ സന്തോഷിപ്പിക്കേണ്ടത്? അതിനല്ലേ കാശ് വാങ്ങിക്കുന്നത്? എന്നിട്ടെന്താ ഇങ്ങനെ ഒരു മൂലയ്ക്കൊതുങ്ങി നിൽക്കുന്നത്? സച്ചിയുടെ ആ വാക്കുകൾ ഒരു മൂർച്ചയുള്ള അമ്പുപോലെ അവളുടെ നെഞ്ചിൽ തറഞ്ഞു. അവൾ ഒന്നും പറഞ്ഞില്ല. ചുണ്ടുകൾ കടിച്ചമർത്തി അവൾ കണ്ണുകൾ അടച്ചു പിടിച്ചു. മുഖത്തിന്റെ 2 വശങ്ങളിലേക്കും കണ്ണുനീർ തുള്ളികൾ ഇറ്റുവീയാൻ തുടങ്ങിയിരുന്നു. അവളുടെ അവസ്ഥ കണ്ടപ്പോൾ സച്ചിയുടെ ഉള്ളിലെ ദേഷ്യം മുഴുവനായി അലിഞ്ഞുപോയി. അവൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ അരികിലേക്ക് നീങ്ങിയിരുന്നു. അവൻ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ റൂമിന്റെ വാതിലിൽ മുട്ടുകേട്ടു. ഓർഡർ ചെയ്ത ഭക്ഷണം എത്തിയതായിരുന്നു അങ്ങോട്ടേക്ക്. അപ്പോൾ സച്ചി പോയി വാതിൽ തുറന്ന് ട്രോളി അകത്തേക്ക് വാങ്ങി. ബിരിയാണിയുടെയും മറ്റ് വിഭവങ്ങളുടെയും നല്ല മണം ആ മുറിയിൽ പടർന്നു. സച്ചി അപ്പോൾ 2 പ്ലേറ്റിലും ഭക്ഷണം വിളമ്പി മേശപ്പുറത്ത് വെച്ചു. വാ, വന്ന് കഴിക്കേ, ഭക്ഷണം കഴിച്ചിട്ട് മതി ബാക്കി കാര്യങ്ങൾ, സച്ചി പറഞ്ഞു. അവൾ പതുക്കെ എഴുന്നേറ്റ് അവിടെ തന്നെ നിന്നു. ഇങ്ങോട്ട് വാ, ഇങ്ങനെ വിളിച്ചിരുത്താനൊന്നും എനിക്ക് സമയമില്ല, അവൻ പറഞ്ഞപ്പോൾ അവൾ പതുക്കെ ചെന്ന് മേശക്കരികിലെ കസേരയിലിരുന്നു. സച്ചി ബിരിയാണി പ്ലേറ്റ് അവൾക്ക് മുന്നിലേക്ക് നീക്കി വെച്ചു. പക്ഷേ അവൾക്കൊരു പിടി പോലും വായിലേക്ക് വെക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾ കൈകൾ ചോറിലേക്ക് വെച്ചെങ്കിലും വിരലുകൾ ചലിച്ചില്ല. പെട്ടെന്ന് അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ ഒലിച്ചിറങ്ങി ആ ബിരിയാണിയിലേക്ക് വീണു. അവൾ നിശബ്ദമായി കരയുകയായിരുന്നു. കരച്ചിൽ അടക്കി പിടിക്കാൻ അവൾ ആകുന്നതും ശ്രമിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട സച്ചി അവൻ കഴിക്കുന്നത് നിർത്തി അവളെ തന്നെ നോക്കി. എന്താ നീ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവൻ പതുക്കെ ചോദിച്ചു.
അവൾ മറുപടി പറയാതെ തല താഴ്ത്തി പിടിച്ചു. കൈകൾ നെഞ്ചോടടക്കി അവൾ കരച്ചിലൊതുക്കാൻ പാടുപെട്ടു. കഴിക്കാൻ പറഞ്ഞിട്ടും അവളുടെ ഉള്ളിലെ ആ വെപ്രാളവും ഭയവും വല്ലാതെ പ്രകടമായിരുന്നു. അവളുടെ ഓരോ ചലനത്തിലും വലിയൊരു അപമാനബോധവും ഭയവും നിറഞ്ഞു നിന്നു. സച്ചി കസേര അല്പം മുന്നോട്ട് നീക്കി അവളോട് ചോദിച്ചു, നീ ഇത് ആദ്യമായിട്ടാണോ? ആ ചോദ്യം മുറിയിൽ തങ്ങി നിന്നു. കടലിരമ്പൽ പോലെ അവളുടെ ഉള്ളിലെ ഭയം പുറത്തേക്ക് വന്ന നിമിഷമായിരുന്നു അത്. അവൾ കണ്ണുകൾ തുടച്ച് സച്ചിയുടെ മുഖത്തേക്ക് ഒരു നിമിഷം നോക്കി സങ്കടം സഹിക്കാനാവാതെ വളരെ മെല്ലെ തലയാട്ടി. അതെ, അവൾ പതുക്കെ പറഞ്ഞു. സച്ചി അപ്പോൾ ആ പെൺകുട്ടിയെ തന്നെ അത്ഭുതത്തോടെയും അനുകമ്പയോടെയും നോക്കിയിരുന്നു. തന്റെ ഉള്ളിലെ ദുഃഖങ്ങളെല്ലാം മറന്ന് അവൻ ആ അപരിചിതയായ പെൺകുട്ടിയുടെ കണ്ണുനീരിനു മുന്നിൽ ഒരു നിമിഷം നിശബ്ദനായി പോയി. അതെ എന്ന് അവൾ സമ്മതിച്ചപ്പോൾ സച്ചിയുടെ ഉള്ളിൽ വലിയൊരു ആഘാതമാണ് ഉണ്ടായത്. അവൻ കസേര ഒന്നുകൂടി അവളുടെ അരികിലേക്ക് നീക്കിയിട്ടു. അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞു നിന്ന നിസ്സഹായത അവനെ അത്രമേൽ സ്വാധീനിച്ചിരുന്നു. എന്തിന്? അവൻ അടുത്ത ചോദ്യം ചോദിച്ചു. ആ ഒരൊറ്റ വാക്ക് കേട്ടതും അവളുടെ ഉള്ളിൽ അടക്കി വെച്ചിരുന്ന സങ്കടങ്ങളുടെ അണക്കെട്ട് പൊട്ടിപ്പോയി. കണ്ണുകൾ നിറഞ്ഞ് കവിളിലൂടെ ധാരധാരയായി ഒഴുകി. വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങി. അവൾ വിറയ്ക്കാൻ തുടങ്ങി. അവളുടെ ആ പേടിയും പരിങ്ങലും കണ്ടപ്പോൾ സച്ചി വളരെ ശാന്തമായി സൗമ്യമായ ശബ്ദത്തിൽ പറഞ്ഞു, പേടിക്കണ്ട, നിന്നെ ഈ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എന്ന് കരുതി ഞാൻ നിന്നെ ഉപദ്രവിക്കുകയൊന്നുമില്ല. എന്താ കാര്യമെന്ന് വെച്ചാൽ ധൈര്യമായി പറഞ്ഞോളൂ. ഞാൻ ഈ സിറ്റിയിൽ അത്യാവശ്യം ബിസിനസ് ഒക്കെയുള്ള ഒരാളാണ്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യമാണെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാം. സച്ചിയുടെ ആശ്വാസവാക്കുകൾ കേട്ടപ്പോൾ അവളുടെ വിറയൽ അല്പം ശമിച്ചെങ്കിലും കണ്ണുനീരിന്റെ ഒഴുക്ക് കൂടി. താൻ നിൽക്കുന്നതൊരു മൃഗത്തിനു മുന്നിലല്ല, മറിച്ചൊരു മനുഷ്യന്റെ മുന്നിലാണെന്ന തിരിച്ചറിവ് അവളെ കൂടുതൽ വികാരാധീനയാക്കി. അവൾ തളർന്ന ശബ്ദത്തിൽ നിർത്തി നിർത്തി പറഞ്ഞു തുടങ്ങി, എനിക്ക് എൻ്റെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങാനാണ് സാർ. അമ്മയ്ക്ക് ഒട്ടും വയ്യ. ഞങ്ങളുടെ വീട് വിറ്റും കിട്ടാവുന്നിടത്തു നിന്നൊക്കെ കടം വാങ്ങിയുമൊക്കെ അമ്മയെ കുറെ ചികിത്സിച്ചു. പക്ഷേ അസുഖം മാറിയില്ല. ഇന്ന് വീട്ടിൽ അമ്മ വേദന കൊണ്ട് കിടന്ന് കരയുന്നത് കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. പറയുന്നതിനിടയ്ക്ക് അവൾ അവളുടെ കണ്ണു തുടയ്ക്കുന്നുണ്ടായിരുന്നു. കടം തന്നവരൊക്കെ വീട്ടിൽ വരുമ്പോ എന്നോട് പലപ്പോഴും പറയാറുണ്ട്, അവരോടൊക്കെ സഹകരിച്ചു കൊടുക്കാനുള്ള പൈസ അവരങ്ങനെ മുതലാക്കിക്കൊള്ളാമെന്ന്. ആദ്യമൊക്കെ അത് കേൾക്കുമ്പോ നെഞ്ചു പൊട്ടിപ്പോയിട്ടുണ്ട്. എല്ലാവരോടും ബോൾഡായി നിന്ന് പെരുമാറാറാണ് പതിവ്. അങ്ങനെ പറയുന്നവന്മാരോട് വെറുപ്പായിരുന്നു. പൈസയ്ക്ക് പകരം ഒരു പെൺകുട്ടിയുടെ മാനം ചോദിക്കുന്നവന്മാരോട് തീർത്താൽ തീരാത്ത അറപ്പും വെറുപ്പുമായിരുന്നു. അതിനുശേഷം പേടിച്ചിട്ട് ഞാൻ ആരെയും വീട്ടിലേക്ക് അടുപ്പിക്കാറില്ലായിരുന്നു, ആരെയും. പക്ഷേ ഇന്ന് അമ്മയുടെ ആ കരച്ചിലും വേദനയും ഒക്കെ കണ്ടപ്പോൾ പെയിനിനുള്ള മരുന്ന് വാങ്ങിക്കാൻ കഴിഞ്ഞാൽ അമ്മയുടെ ആ കരച്ചിൽ അടങ്ങുമായിരുന്നു സാർ. അമ്മ കിടന്നു പിടയുന്നത് കണ്ടപ്പോ എന്റെ സകല ധൈര്യവും ചോർന്നു പോയി സാർ. കുഞ്ഞുനാള് മുതലേ എനിക്ക് വേണ്ടി അത്രയും കഷ്ടപ്പെട്ടതാണ് എൻ്റെ അമ്മ. ആ അമ്മയ്ക്ക് ഒരു നേരത്തെ വേദനയ്ക്ക് സമാധാനം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? എത്രയോ ദിവസമായി കഞ്ഞിവെള്ളമല്ലാതെ മറ്റെന്തെങ്കിലും അമ്മ കഴിച്ചിട്ട്. അമ്മയ്ക്ക് വയറ് നിറയെ ഭക്ഷണം വാങ്ങി കൊടുക്കണം, പെയിനിനുള്ള മരുന്ന് കൊടുത്ത് സമാധാനമായി ഉറക്കണം. ഒരു ദിവസം നല്ലപോലെ ജീവിച്ചിട്ട് വേണം അമ്മയെയും കൂട്ടി ഭൂമിയിൽ നിന്ന് പോകാൻ. അതാകുമ്പോ മരിക്കുമ്പോഴെങ്കിലും എനിക്ക് സമാധാനം കിട്ടും. ഒരു നേരമെങ്കിലും എൻ്റെ അമ്മയെ നന്നായി നോക്കാൻ കഴിഞ്ഞല്ലോ എന്ന്. അതിന് ഞാൻ ആലോചിച്ചപ്പോൾ വേറെ ഒരു വഴിയും മുന്നിൽ കണ്ടില്ല. അവൾ അത് പറഞ്ഞു നിർത്തിയപ്പോൾ സച്ചി എന്തോ പോലെ അവളെ നോക്കി. അവൾ പറഞ്ഞ കാര്യങ്ങൾ അവന്റെ ഹൃദയത്തിൽ തട്ടിപ്പോയിരുന്നു. ഒരു പെൺകുട്ടി സ്വന്തം മാനവും ആത്മാഭിമാനവും പണയം വെക്കാൻ തെരുവിലേക്ക് ഇറങ്ങണമെങ്കിൽ അവളുടെ മുന്നിലെ സാഹചര്യം എത്രത്തോളം ഭീകരമായിരിക്കണമെന്ന് അവൻ ഓർത്തു. അമ്മയ്ക്ക് എന്താ അസുഖം? സച്ചി അല്പം അടുപ്പമുള്ള പോലെ ചോദിച്ചു. കരൾ സംബന്ധമായ അസുഖമാണ് സാർ. ഇഞ്ചക്ഷനും ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന പ്രത്യേക മരുന്നുകളും കൃത്യസമയത്ത് എടുത്തില്ലെങ്കിൽ അമ്മ വേദന സഹിക്കാനാവാതെ കിടന്നു പിടയും. ആ വേദന എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല സാർ. അവൾ പറഞ്ഞു തീർത്തപ്പോൾ സച്ചി ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരുന്നു പോയി. സ്വന്തം അച്ഛനും അമ്മയും തന്നോട് കാട്ടിയ അനീതി ഓർത്ത് ദേഷ്യപ്പെട്ട് സർവ്വതുമിട്ടേച്ചിറങ്ങി പോന്നവനാണ് താൻ. എന്നാൽ ഇവിടെ ഇതാ ഒരു മകൾ അമ്മയുടെ ഒരു നേരത്തെ മരുന്നിനും ഭക്ഷണത്തിനുമായി ജീവിതം തന്നെ ബലികൊടുക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. നല്ല കാലത്ത് ആ അമ്മ അവൾക്ക് അതിനു മാത്രം സ്നേഹം കൊടുത്തിരിക്കണം. അതായിരിക്കുമല്ലോ ആ അമ്മയ്ക്ക് വേണ്ടി മാനം വിൽക്കാൻ വരെ അവൾ തയ്യാറായത്. തനിക്ക് കിട്ടാതെ പോയതും അതാണ്. ആവശ്യത്തിൽ കൂടുതൽ സ്വത്തുണ്ടായിട്ടും അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം മാത്രം കിട്ടിയില്ല.
മാതാപിതാക്കളുടെ സ്നേഹം എന്താണെന്നും അവരുടെ വേദന ഒരു മോൾക്ക് എത്രത്തോളം വലുതാണെന്നും അവൻ ആ നിമിഷത്തിൽ തിരിച്ചറിയുകയായിരുന്നു. സച്ചി ഒന്നും സംസാരിച്ചില്ല. അവൻ പതുക്കെ എഴുന്നേറ്റ് മേശപ്പുറത്തിരുന്ന തന്റെ വാലറ്റിൽ നിന്നും ഒരു ചെക്ക് ബുക്ക് പുറത്തെടുത്തു. ശേഷം പെണ്ണെടുത്ത് അവൻ വേഗത്തിൽ അതിലെന്തോ എഴുതി. 2 ലക്ഷം രൂപയുടെ ഒരു ചെക്ക് തയ്യാറാക്കി അവൻ അത് അവൾക്ക് നേരെ നീട്ടി. ഇത് പിടിക്ക്. അവൻ പറഞ്ഞപ്പോൾ അവൾ അതിലേക്ക് ഒന്നു നോക്കി. ചെക്കിലെ തുക കണ്ടതും അവൾ ഞെട്ടിത്തരിച്ചുപോയി. വിശ്വസിക്കാനാവാതെ അവൾ സച്ചിയുടെ മുഖത്തേക്കും ആ ചെക്കിലേക്കും മാറി മാറി നോക്കി. ഇത് വെച്ചോളൂ, സച്ചി ശാന്തമായി പറഞ്ഞു. എന്നിട്ട് ആദ്യം ഈ ഭക്ഷണം കഴിക്കൂ. ശേഷം നിന്നെ എവിടെയാണ് കൊണ്ടുവിടേണ്ടതെന്ന് പറഞ്ഞാ മതി. അമ്മയ്ക്കുള്ള മരുന്ന് വാങ്ങി ഞാൻ നിന്നെ അവിടെ കൊണ്ടുപോയി വിടാം. അവളുടെ കണ്ണുകൾ അപ്പോൾ ആശ്ചര്യം കൊണ്ട് വിടരുകയായിരുന്നു. അവൾക്കത് വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല. അപരിചിതനായ ഒരു ചെറുപ്പക്കാരൻ, അതും ഒരു രാത്രിക്ക് വേണ്ടി തന്നെ കൂട്ടിക്കൊണ്ടുവന്നയാൾ ഇത്രയും വലിയ തുക വെച്ച് നീട്ടുമ്പോൾ ഏതു പെൺകുട്ടിയാണ് ഞെട്ടാതിരിക്കുക? സാർ, ഇത്രയും വലിയ പൈസ, ഈ കടം ഞാൻ എങ്ങനെ വീട്ടും സാർ? എന്റെ കയ്യിൽ തിരിച്ചു തരാൻ ഒന്നുമില്ല, അവൾ ഇടറിയ ശബ്ദത്തിൽ ചോദിച്ചു. സച്ചി അപ്പോൾ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി തികഞ്ഞ പ്രൗഢിയോടെയും ആത്മാർത്ഥതയോടെയും പറഞ്ഞു, കടം വീട്ടണം. അതെങ്ങനെയാണെന്ന് നമുക്ക് പിന്നെ ആലോചിക്കാം. പക്ഷേ അതൊരിക്കലും നിന്റെ ശരീരം വിറ്റിട്ടാവില്ല. അതിന് ഞാൻ അനുവദിക്കില്ല. ആ വാക്കുകൾ അവന്റെ നാവിൽ നിന്നും വന്നപ്പോൾ അവൾ തന്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു ചെറുപ്പക്കാരന്റെ മുഖത്തേക്ക് ബഹുമാനത്തോടെ നോക്കുകയായിരുന്നു. ഇത്രയും നേരം ഹോട്ടലിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന് പണം തന്ന് ശരീരം പിച്ചിപ്പറിക്കാൻ നോക്കുന്ന ഒരു ചീത്ത ചെറുപ്പക്കാരനായിട്ടാണ് അവൾ സച്ചിയെ കണ്ടിരുന്നത്. എന്നാൽ അപ്പോൾ ആ വെളിച്ചത്തിൽ സച്ചിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ക്രൂരതയുടെ ഒരു കണിക പോലും അവൾ അവിടെ കണ്ടില്ല. പകരം ആ കണ്ണുകളിൽ അതിരറ്റ നന്മയും ആഴത്തിൽ അനുഭവിക്കുന്ന ഏതോ ഒരു വലിയ സങ്കടത്തിന്റെ, നിരാശയുടെ നിഴലാട്ടവുമാണ് അവൾ കണ്ടത്. പുറമെ പരുക്കനെന്ന് തോന്നിക്കുമെങ്കിലും ഉള്ളിൽ സ്നേഹവും കരുണയും നിറഞ്ഞു നിൽക്കുന്ന ഒരു പാവമാണ് തന്റെ മുന്നിൽ നിൽക്കുന്ന അവനെന്ന് അവൾ ആ നിമിഷത്തിൽ തിരിച്ചറിയുകയായിരുന്നു. സർ, എന്നെ പോലെ ഒരാൾക്ക് ഇത്ര വലിയൊരു പൈസ? വിറയ്ക്കുന്ന ശബ്ദത്തോടെ അവൾ വീണ്ടും സച്ചിയുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. സച്ചി അപ്പോൾ തണുത്തൊരു പുഞ്ചിരിയോടെ ആ ചെക്ക് അവളുടെ കൈവെള്ളയിലേക്ക് അമർത്തി വെച്ചുകൊടുത്തു. താൻ ഇത് വെച്ചോളൂ. ഞാൻ എന്തായാലും ഈ നാട് വിട്ടു പോവുകയാണ്. ബാംഗ്ലൂരിൽ സെറ്റിൽ ആവാനാണ് പ്ലാൻ. അവിടെ ഞാൻ തുടങ്ങി വെച്ച കുറച്ച് ബിസിനസ്സുകളൊക്കെയുണ്ട്. എവിടേക്കാണെന്നൊന്നും എന്റെ വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഇനി ഇങ്ങോട്ടൊരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്ന് എനിക്കൊരു ഉറപ്പുമില്ല. ഇവിടം വിട്ടു പോകുമ്പോൾ ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തിട്ടാണ് പോയതെന്നെങ്കിലും എന്റെ മനസ്സിൽ ആശ്വസിക്കാമല്ലോ. അവന്റെ വാക്കുകളിലെ ആഴമേറിയ നിരാശ തിരിച്ചറിഞ്ഞതുപോലെ അവൾ അവനെ തന്നെ നോക്കി നിന്നു. സച്ചി അപ്പോൾ ജനലരികിലേക്ക് നടന്നു. അവൾ അപ്പോൾ സച്ചിയെ തന്നെ നോക്കി. എന്തോ ഒരു ഭംഗി അവനിൽ അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു. ജനലരികിൽ ചെന്ന അവൻ സിറ്റിയുടെ വെളിച്ചങ്ങളിലേക്ക് നോക്കി. ശേഷം അവൻ തന്റെ ഉള്ളിലെ വിഷമങ്ങൾ പതിയെ തുറന്നു പറയാൻ തുടങ്ങി. തന്നേക്കാൾ കഷ്ടമാണടോ എന്റെ കഥ. തനിക്ക് കാശിന്റെ കുറവല്ലേ ഉള്ളൂ, എനിക്കത് ആവോളമുണ്ട്. പക്ഷേ ജീവിതം എടുത്തിട്ട് നിൽക്കുന്നവനാ ഞാൻ. സത്യം പറഞ്ഞാൽ ആകെ മടുത്തു. താൻ മരണത്തെക്കുറിച്ച് പറഞ്ഞു. അതുപോലും ചിന്തിക്കാൻ വിവരമില്ലാത്തവനായി പോയി ഞാൻ എന്നതാണ് സത്യം. അച്ഛനും അമ്മയ്ക്കും കുഞ്ഞുനാൾ മുതലേ ഒടുക്കത്തെ താരതമ്യമായിരുന്നു. അയൽപ്പക്കത്തുള്ള കുട്ടികളുമായി, അവരുടെ കുടുംബത്തിലുള്ളവരുമായി, കൂടെ പഠിക്കുന്നവരുമായി ഒക്കെ ഒടുക്കത്തെ താരതമ്യം. പഠിത്തത്തിന്റെ ഭാരമായിരുന്നു അന്നൊക്കെ എന്റെ തലയിൽ. ഡിഗ്രി കഴിഞ്ഞപ്പോൾ അവരുടെ നിർബന്ധത്തിന് മാനേജ്മെന്റ് സീറ്റ് വാങ്ങി പുറത്തുവിട്ട് MBA പഠിപ്പിച്ചു. എനിക്ക് താല്പര്യമില്ലായിരുന്നു. അവരുടെ ലക്ഷ്യം ബിസിനസ്സിൽ പൈസ ഉണ്ടാക്കിയെടുക്കുക എന്നതായിരുന്നു. മോനെ ബിസിനസ് പഠിപ്പിച്ച് അവൻ ജനിച്ച അന്ന് മുതൽ ചെലവാക്കിയതിന്റെ 100 ഇരട്ടി പൈസ അവനെ പട്ടിയെപ്പോലെ പണിയെടുപ്പിച്ചുണ്ടാക്കുക. ഭൂമിയിൽ ജീവിച്ചു മരിക്കാൻ എന്തിനാണ് ഇങ്ങനെ കോടികൾ സമ്പാദിച്ചു കൂട്ടുന്നത്, ഒരു സൗര്യവും തരാതെ? അറിയില്ല. കോഴ്സ് കഴിഞ്ഞു വന്നപ്പോൾ എന്നെ നേരെ ബിസിനസ്സിലേക്ക് ഇറക്കി. അന്ന് മുതൽ ലാഭത്തിന്റെ കണക്കുകൾ മാത്രമാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുണ്ടാക്കണം ഇതുണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയൊരു ബാണ്ടക്കെട്ട് എന്റെ തലയിൽ എടുത്തു വെച്ച് തന്നു. അവൻ കൈകൾ കൂട്ടിപ്പിടിച്ച് അമർഷത്തോടെ തുടർന്നു. പട്ടിയെപ്പോലെ കിടന്ന് പണിയെടുത്ത് എത്ര സമ്പാദിച്ചു കൊടുത്താലും അച്ഛനും അമ്മയ്ക്കും അത് മതിയാകില്ല. എവിടെയെങ്കിലും സാധാരണ ഒരു ജോലിക്ക് നിന്നാൽ കിട്ടുന്ന കൂലി കുറവാണെങ്കിലും ഇത്രയും പ്രഷർ ഉണ്ടാകില്ലായിരുന്നു. മടുത്തു. സൈ കെട്ടിട്ടാണ് ഞാൻ അവിടെ നിന്നും ഇറങ്ങിപ്പോന്നത്. ഭ്രാന്തെടുത്ത് കാർ ഓടിച്ചുകൊണ്ട് കടൽ തീരത്ത് വന്നപ്പോഴാണ് പെട്ടെന്ന് നിന്റെ നിൽപ്പ് കണ്ടത്. അവിടെ എല്ലാവരും കുടുംബമൊക്കെ ആയിട്ടായിരുന്നല്ലോ. താൻ മാത്രം എന്നെ പോലെ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ ഒന്നു നോക്കി. കൂടെ കിടത്തണമെന്ന് വിചാരിച്ചൊന്നുമല്ല നിന്നെ കൂട്ടിയത്. നിന്റെ നിൽപ്പും ആ അവസ്ഥയും കണ്ടപ്പോൾ എന്തെങ്കിലും ആകട്ടെ എന്ന് കരുതി കൂടെ വിളിച്ചതാണ്. ഒന്നുമില്ലെങ്കിലും തലവേദന എടുത്ത് ഭ്രാന്ത് പിടിക്കുന്ന എനിക്ക് തലയെങ്കിലും ഒന്ന് മസാജ് ചെയ്തു തരാൻ പറയാമല്ലോ, ഒരു സമാധാനത്തിന്. സച്ചി അത് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ വിടർന്നിരുന്നു. അവൾ അവനെ തന്നെ നോക്കി. അവൻ അപ്പോൾ നടന്ന് മേശയ്ക്കരികിലേക്ക് വന്നു.
എന്നിട്ട് മേശപ്പുറത്തെ ബിരിയാണിയിലേക്ക് കൈ ചൂണ്ടി. ആദ്യം താനീ ഭക്ഷണം കഴിക്കേ, എന്നിട്ട് അമ്മയ്ക്കുള്ള മരുന്ന് വാങ്ങിയിട്ട് വീട്ടിലേക്ക് ചെല്ല്. അവന്റെ ആ വാക്കുകൾ കേട്ടതും ആ പെൺകുട്ടി അവന്റെ മുന്നിൽ 2 കൈകളും കൂപ്പി തൊഴുതു. അവളുടെ കണ്ണുകളിൽ നിന്നും ആനന്ദ കണ്ണുനീർ ഒഴുകിയിറങ്ങി. ഞാൻ ഭക്ഷണം വീട്ടിലേക്ക് കൊണ്ടുപോകാം സാർ, എന്റെ അമ്മയ്ക്ക് കൊടുത്തിട്ട് ഞാനും കഴിച്ചോളാം. അവൾ പറഞ്ഞപ്പോൾ സച്ചി ഒന്ന് ചിരിച്ചു. സാർ, എനിക്ക് ലോകത്ത് ആരുമില്ല. അവൾ തൊണ്ടയിടറി വീണ്ടും പറഞ്ഞു. സാർ ഇപ്പോൾ എന്നോട് കാണിക്കുന്ന കരുണയുണ്ടല്ലോ, ദൈവം സാറിനെ കൈവിടില്ല. അച്ഛൻ എന്റെ കുഞ്ഞുനാളിൽ തന്നെ എന്നെയും അമ്മയെയും ഉപേക്ഷിച്ചു പോയതാണ്. അന്നു മുതൽ ഇന്നു വരെ ആരുടെയും തുണയില്ലാതെ അമ്മയാണ് എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയത്. ആ അമ്മയെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്ര നാളും ജീവിച്ചത്. ജീവിക്കാൻ കൊതിയില്ലഞ്ഞിട്ടല്ല സാർ. ഒരു കുഞ്ഞു വീടുണ്ടാക്കി അമ്മയെ നോക്കി അമ്മയ്ക്ക് സന്തോഷം കൊടുത്ത് സുഖമായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതിന് പറ്റാതിരുന്നാൽ എന്തു ചെയ്യും? ഞാൻ പറഞ്ഞില്ലേ സാറിനോട്, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന അമ്മയെ കൊന്നിട്ട് ഞാനും പോകണ്ടേ എന്ന് കരുതുമ്പോൾ നെഞ്ചു തകരും. ഇത്രയും കഷ്ടപ്പെട്ട് എന്നെ നോക്കി അമ്മയ്ക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കണമെന്നൊരു കുറ്റബോധം മനസ്സിൽ വന്നപ്പോളാ. അവൾ തല താഴ്ത്തി വിറയ്ക്കുന്ന ശബ്ദത്തിൽ തുടർന്നു. തെറ്റായ ജോലിക്കാണ് ഇറങ്ങിയത് എന്നറിയാം. ആരുടെ കൂടെയാണ് പോകുന്നത്, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ മുൻപ് അവളുടെ തൊണ്ട വാക്കുകൾ കിട്ടാതെ ഇടറി. സാറിനെ ദൈവം അനുഗ്രഹിക്കും, അവൾ വിറച്ചുകൊണ്ട് പറഞ്ഞു. അനുഗ്രഹിക്കട്ടെന്നേ, ദൈവമെങ്കിലും താൻ വാ, സച്ചി അപ്പോൾ ശാന്തമായി പറഞ്ഞു. അവർ ഹോട്ടലിൽ നിന്നും താഴേക്കിറങ്ങി. ലിഫ്റ്റിൽ വെച്ച് സച്ചി അവളോട് പതുക്കെ ചോദിച്ചു, അമ്മയ്ക്കിപ്പോ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? പറ്റും സാർ, മസാലയൊന്നുമില്ലാതെ എരിവില്ലാതെ കൊടുക്കാൻ പറ്റും. അമ്മയ്ക്ക് ആഗ്രഹം കാണും, കുറെ ദിവസമായി രുചിയുള്ള എന്തെങ്കിലും കഴിച്ചിട്ട്. ഞാനിത് കൊണ്ടുപോയി അമ്മയ്ക്ക് കൊടുത്തോളാം. അവൾ പറഞ്ഞപ്പോൾ സച്ചി ഒന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്തത്. സച്ചി ഉടൻ തന്നെ ഹോട്ടലിലെ റെസ്റ്റോറന്റിൽ നിന്ന് അമ്മയ്ക്കായി നല്ലൊരു ബിരിയാണി പാക്ക് ചെയ്യിച്ചു വാങ്ങി. ശേഷം കാറിന്റെ ഡോർ തുറന്ന് അവളോട് കയറാൻ പറഞ്ഞു. അവൾ വഴി കാണിച്ചു കൊടുത്തതനുസരിച്ച് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി അവളുടെ കുഞ്ഞു വാടക വീടിന് മുന്നിൽ സച്ചിയുടെ കാർ ചെന്നു നിന്നു. ഇരുവരും കാറിൽ നിന്നിറങ്ങി അകത്തേക്ക് കയറി. അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഉള്ളിലെ മുറിയിൽ നിന്നും അമ്മയുടെ ക്ഷീണം നിറഞ്ഞ ശബ്ദം കേട്ടു. മോള് വന്നോ? ആമേ, ഞാൻ വന്നു. സാർ കയറിയിരിക്കൂ, ഇവിടെ അധികം സൗകര്യങ്ങളൊന്നുമില്ല. അവൾ അത് പറഞ്ഞ് അകത്തുണ്ടായിരുന്ന ഒരു മരത്തിന്റെ കസേര സച്ചിക്ക് ഇട്ടുകൊടുത്തു. ശേഷം അവൾ അമ്മ കിടക്കുന്ന കുഞ്ഞു മുറിയിലേക്ക് ചെന്നു. സച്ചി അപ്പോൾ കസേരയിൽ ഇരിക്കാതെ അവൾക്ക് പിറകിലായി ചെന്ന് അകത്തേക്ക് നോക്കി. മരുന്ന് കിട്ടിയോ മോളെ? അമ്മ അപ്പോൾ ആകുലതയോടെ ചോദിച്ചു. കിട്ടിയമ്മേ, എല്ലാം ശരിയായി. അവൾ അമ്മയെ ആശ്വസിപ്പിച്ചു. അമ്മ കിടന്നിരുന്ന കട്ടിലിനരികിലായി പഴയൊരു പാത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സച്ചി ആ വീടും ചുറ്റുപാടുമൊക്കെ അപ്പോൾ അത്ഭുതത്തോടെ നോക്കി കാണുകയായിരുന്നു. വീട് ചെറുതാണെങ്കിലും വളരെ വൃത്തിയുള്ളതായിരുന്നു. ജനലിലെല്ലാം കുഞ്ഞു വെള്ള കർട്ടനുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒറ്റ നോട്ടത്തിൽ ഒരു രോഗി കിടക്കുന്ന വീടാണെന്ന് തോന്നുകയേയില്ല. ഭക്ഷണത്തിനും പണത്തിനും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആ വീടിനൊരു പ്രത്യേക വൃത്തിയും ശാന്തവുമായ അന്തരീക്ഷം ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്കിത് കഴിച്ചിട്ട് മരുന്ന് കഴിക്കാം. സച്ചി വാങ്ങി നൽകിയ ബിരിയാണി തുറന്ന് അവൾ മസാലയും എരിവും ഒന്നുമില്ലാതെ ആ ചോറ് വാരി അമ്മയ്ക്ക് കൊടുത്തു. ആ ഭക്ഷണം കണ്ടപ്പോൾ അമ്മയുടെ മുഖത്ത് വലിയ സന്തോഷം വിരിഞ്ഞു. അമ്മ അത് ആർത്തിയോടെയും സന്തോഷത്തോടെയും കഴിക്കാൻ തുടങ്ങി. എവിടുന്നാ മോളെ പൈസ കിട്ടിയത്? അമ്മ അത്ഭുതത്തോടെ ചോദിച്ചു. അവൾ അപ്പോൾ സച്ചിയെ ഒന്നും നോക്കി. പൈസ കിട്ടി അമ്മേ. അമ്മ ദേ ഈ സാറിനെ കണ്ടോ? അവൾ അത് പറഞ്ഞപ്പോഴാണ് അവിടെ പോക്കറ്റിൽ കൈയിട്ടുകൊണ്ട് നിൽക്കുന്ന സച്ചിയെ അമ്മയൊന്നും നോക്കിയത്. പണ്ട് എന്റെ കൂടെ പഠിച്ച ഒരാളുടെ ഏട്ടനാണിത്. വഴിയിൽ വെച്ച് സാറിനെ കണ്ട് സംസാരിച്ചപ്പോൾ സാർ എനിക്ക് നല്ലൊരു ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അമ്മയ്ക്കുള്ള ഭക്ഷണവും മരുന്നും വാങ്ങി തന്നു. അത് പറഞ്ഞപ്പോൾ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അമ്മ കൈകൂപ്പിക്കൊണ്ട് സച്ചിയെ നോക്കി. മോനിവിടെ ഇരിക്കൂ, അമ്മ ഇടർച്ചയോടെ പറഞ്ഞു. സച്ചിക്കെന്തോ ആ അമ്മയോട് വല്ലാത്ത വാത്സല്യം തോന്നി. രോഗക്കിടക്കയിലാണെങ്കിലും മുഖത്ത് നല്ല കാരുണ്യം തോന്നുന്ന ഒരു പാവം അമ്മ. അവൾ അമ്മയ്ക്ക് ബിരിയാണി വാരി കൊടുക്കുന്നത് ആത്മസംതൃപ്തിയോടെ സച്ചി നോക്കി കണ്ടു. ബിസിനസ്സും പണവും മാത്രം വിചാരിച്ച് തന്നെ ഒരു യന്ത്രത്തെ പോലെ ഇട്ട് ഓടിക്കുന്ന അച്ഛന്റെയും അമ്മയുടെയും വീർപ്പ് മുട്ടിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്നും പുറത്തു വന്നപ്പോഴാണ് ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചാൽ പോലും മനസ്സ് നിറയുന്ന കുടുംബങ്ങളുണ്ടെന്ന് അവൻ അറിയാൻ കഴിഞ്ഞത്. ലാഭത്തിന്റെ കണക്കുകളേക്കാൾ വലിയ സന്തോഷങ്ങൾ ഈ ലോകത്തുണ്ടെന്ന് ആ ചെറിയ മുറിയിലിരുന്ന് സച്ചി തിരിച്ചറിഞ്ഞ നിമിഷം അമ്മയ്ക്ക് ഭക്ഷണവും മരുന്നും കൊടുത്ത ശേഷം അമ്മ ആശ്വാസത്തോടെ ഉറങ്ങുന്നത് കണ്ടപ്പോഴാണ് അവളുടെ നെഞ്ചിലെ ഭാരം ഇറങ്ങിപ്പോയത്.
ദിവസങ്ങളായി വിശപ്പും വേദനയും കൊണ്ട് പിടഞ്ഞ അമ്മ ഇന്ന് ആദ്യമായി സമാധാനത്തോടെ ഉറങ്ങാൻ കിടന്നിരിക്കുന്നു. അവൾ പതുക്കെ അടുക്കളയിലേക്ക് നടന്നു. അവിടെ കുറച്ച് തേയിലയും പഞ്ചസാരയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ അവളുടെ കൈകൊണ്ട് വളരെ സ്നേഹത്തോടെ സച്ചിക്കായി ഒരു കപ്പ് കട്ടൻ ചായ തയ്യാറാക്കി. അവൻ അരികിൽ ചെന്ന് ആ ചായ ഗ്ലാസ് സച്ചിയുടെ കൈകളിലേക്ക് നീട്ടുമ്പോൾ അവളുടെ കണ്ണുകളിൽ നന്ദിയും വലിയൊരു ആശ്വാസവും തെളിഞ്ഞു നിന്നിരുന്നു. സാർ, ഒരു ഗ്ലാസ് ചായ തന്നാ കുടിക്കുമോ? അവൾ അവനോട് ചോദിച്ചപ്പോൾ സച്ചി അവളെ തിരിഞ്ഞു നോക്കി. പിന്നെ കുടിക്കാതെ? അവൻ കൈനീട്ടി ചായ ഗ്ലാസ് വാങ്ങി. ചൂട് പറക്കുന്ന കട്ടൻ ചായയിലേക്ക് നോക്കിയപ്പോൾ അവൻ അതുവരെ അനുഭവിക്കാത്തൊരു സന്തോഷം ഉള്ളിൽ നിറയുന്നത് അവൻ അറിഞ്ഞു. ആഡംബര ഹോട്ടലുകളിലെ വില കൂടിയ വിഭവങ്ങൾക്കൊന്നും നൽകാൻ കഴിയാത്ത എന്തോ ഒരു ആത്മസംതൃപ്തി ആ പാവപ്പെട്ടവൾ വെച്ച് നീട്ടിയ ഒരു ഗ്ലാസ് കട്ടൻ ചായക്കുണ്ടായിരുന്നു. ജീവിതത്തിൽ സർവ്വതും ഉണ്ടായിട്ടും കണക്കുകളിലും ലാഭത്തിലും തളയ്ക്കപ്പെട്ട് നഷ്ടപ്പെട്ടു പോയ വലിയ സന്തോഷങ്ങൾ എന്തൊക്കെയോ തനിക്ക് തിരികെ ലഭിക്കുന്നതുപോലെ സച്ചിക്ക് അപ്പോൾ തോന്നി. അവൻ മുഖത്ത് ചെറിയൊരു പുഞ്ചിരിയോടെ സന്തോഷത്തോടെ ആ ചായ വാങ്ങി ഓരോ ഇറക്കായി കുടിച്ചു. ക്രിസ്മസ് രാത്രി ആയിരുന്നതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിൽ തണുത്ത രാത്രിക്കാറ്റിനൊപ്പം സംഗീതത്തിന്റെ ഈണങ്ങളും പടരുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് ആ ഇടവഴിയിലൂടെ കരോൾ സംഘം പാട്ടുപാടി വരുന്നത് അവർ കേട്ടത്. ക്രിസ്മസ് അപ്പൂപ്പന്റെ വേഷവും കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചങ്ങളും ഡ്രംസിന്റെ മേളവുമായി ആ ചെറുപ്പക്കാരുടെ സംഘം ആ ചെറിയ വീടിന് മുന്നിലേക്ക് അടുത്തെത്തി. സാധാരണയായി പണമില്ലാത്തതിനാൽ ആരും അവരുടെ വീട്ടുപടിക്കലേക്ക് അങ്ങനെ വരാറുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് സച്ചിയുടെ വലിയ കാറ് കണ്ടിട്ടാവണം കരോൾ സംഘം ആ വീടിന് മുന്നിലേക്ക് പാട്ടുപാടി സന്തോഷത്തോടെ കടന്നു വന്നത്. ക്രിസ്മസിന്റെ ആ പഴയ ഓർമ്മകളും സന്തോഷങ്ങളും സച്ചിയുടെ മനസ്സിലേക്ക് ഇരച്ചു കയറി. അവൻ കൊച്ചുകുട്ടിയെ പോലെ ആവേശത്തോടെ ആ കരോൾ പാട്ടുകളും ഡാൻസും നോക്കി കണ്ടു. തൊട്ടടുത്ത് നിൽക്കുന്ന പെൺകുട്ടിയുടെ മുഖത്തേക്ക് അവൻ ഇടയ്ക്കിടെ കണ്ണോടിച്ചു. അവളുടെ കണ്ണുകളിൽ ക്രിസ്മസ് നക്ഷത്രങ്ങളുടെ തിളക്കവും അതുവരെ കാണാത്തത്ര വലിയൊരു പുഞ്ചിരിയും വിരിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. പാട്ട് അവസാനിച്ചപ്പോൾ സച്ചി തന്റെ പോക്കറ്റിൽ കൈയിട്ട് കുറച്ച് നോട്ടെടുത്ത് ആ കരോൾ സംഘത്തിന്റെ കയ്യിലേക്ക് കൊടുത്തു. പ്രതീക്ഷിച്ചതിലും വലിയൊരു തുക സമ്മാനമായി കിട്ടിയപ്പോൾ കരോളുകാർക്കും വലിയ സന്തോഷമായി. അവർ തങ്ങളുടെ ബാഗിൽ നിന്നും മധുരമുള്ള മിഠായികളും ചോക്ലേറ്റുകളും ഇരുവർക്കുമായി എടുത്തു നൽകി. അവർ പാട്ടുപാടി അടുത്ത വീട്ടിലേക്ക് നടന്നു നീങ്ങുമ്പോൾ സച്ചി ആ മിഠായി കയ്യിൽ പിടിച്ച് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അമ്മയുടെ വിശപ്പും വേദനയും മാറ്റാനുള്ള ഭക്ഷണവും മരുന്നും കിട്ടിയതുകൊണ്ട് തന്നെ നേരത്തെ കണ്ട പോലെ ആയിരുന്നില്ല അവളുടെ മുഖം. അപ്പോൾ സന്തോഷം കൊണ്ട് വല്ലാതെ തെളിഞ്ഞിരുന്നു. അത് അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ അവൻ അറിയാനുണ്ടായിരുന്നു. ലോകത്തിലെ സകല സമ്പാദ്യവും നൽകിയാലും വാങ്ങാൻ കഴിയാത്ത അത്രയും സന്തോഷമാണ് ആ നിമിഷത്തിൽ അവളുടെ മുഖത്തുള്ളതെന്ന് അവന് തോന്നി. മറ്റൊരാളുടെ കണ്ണുനീർ തുടയ്ക്കാനും ഒരു കുടുംബത്തിന് ഒരു നേരത്തെ സമാധാനം നൽകാനും കഴിഞ്ഞതിനേക്കാൾ വലിയൊരു സമാധാനം തന്റെ ജീവിതത്തിൽ ഇനി കിട്ടാനില്ലെന്ന് സച്ചി ഉള്ളുകൊണ്ട് തിരിച്ചറിയുകയായിരുന്നു. രാത്രിയുടെ തണുപ്പ ചെറിയ വീടിന്റെ ഉമ്മറത്തേക്ക് പടർന്നു പിടിക്കുന്നുണ്ടായിരുന്നു. പുറത്ത് കരോൾ സംഘത്തിന്റെ പാട്ടും മേളവും അകന്നകന്നു പോയി. തെരുവിൽ ക്രിസ്മസ് നക്ഷത്രങ്ങളുടെ മങ്ങിയ വെളിച്ചം മാത്രം ബാക്കിയായി. സച്ചി കുടിച്ചു തീർന്ന ചായ ഗ്ലാസിലേക്ക് ഒന്നുകൂടെ നോക്കി. പിന്നീട് അവൾക്ക് തൊട്ടരികിലായി ചെന്ന് നിന്നു. അവളുടെ ആ ഭംഗിയുള്ള വിടർന്ന കണ്ണുകളിലേക്ക് നോക്കി തികച്ചും ആത്മാർത്ഥതയോടെ ചോദിച്ചു, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? നീ പോരുന്നോ എന്റെ കൂടെ ബാംഗ്ലൂരിലേക്ക്? ആ അപ്രതീക്ഷിത ചോദ്യം കേട്ടതും അവൾ ഞെട്ടിപ്പോയി. ആശ്ചര്യം നിറഞ്ഞ കണ്ണുകളോടെ അവൾ സച്ചിയുടെ മുഖത്തേക്ക് നോക്കി. സച്ചി അപ്പോൾ തന്നെ അവളുടെ സംശയം മാറ്റാനായി പറഞ്ഞു, മോശമായ അർത്ഥത്തിലല്ല ഞാൻ വിളിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്തായാലും ഇവിടം വിട്ടു പോവുകയാണ്. അവിടെ ഞാൻ തുടങ്ങി വെച്ച കുറച്ച് ബിസിനസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നോക്കി അവിടെ സെറ്റിൽ ആവാനാണ് ആഗ്രഹമെന്ന്. നിനക്ക് എന്റെ കൂടെ പോരാൻ പറ്റുമെങ്കിൽ അമ്മയെയും നമുക്ക് കൂടെ കൊണ്ടുപോകാം. അവിടെ അമ്മയ്ക്ക് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കാം. എന്റെ കൂട്ടുകാരന്റെ വലിയൊരു ഹോസ്പിറ്റൽ അവിടെ ഉണ്ട്. അമ്മയെ നമുക്ക് പൂർണ്ണമായും സുഖപ്പെടുത്തിയെടുക്കാം. നിനക്ക് എന്റെ കൂടെ ജീവിക്കാൻ പറ്റുമെങ്കിൽ എന്റെ കൂടെ പോര്. സച്ചി അത് പറഞ്ഞു തീർത്തപ്പോൾ അവൾ അതൊട്ടും വിശ്വസിക്കാനാവാതെ നിൽക്കുകയായിരുന്നു. സച്ചി അപ്പോൾ അല്പം തളർന്ന ശബ്ദത്തിൽ പറഞ്ഞു തുടങ്ങി, എന്റെ അച്ഛനും അമ്മയും ഈ ബന്ധത്തിനൊന്നും സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം. കാരണം അവർക്ക് എന്നെ വിറ്റ് കോടികൾ വാങ്ങിയെടുക്കാവുന്ന തരത്തിലുള്ള കല്യാണം കഴിപ്പിക്കാനായിരിക്കും ആഗ്രഹം. പക്ഷേ അതൊന്നും ഞാൻ നോക്കുന്നില്ല. എന്തായാലും അവരുമായി ഞാൻ തെറ്റിയിറങ്ങി പോന്നതാണ്. ഇനി എപ്പോഴെങ്കിലും അവർക്ക് ബോധം വന്ന് നന്നാകുന്നെങ്കിൽ അവര് വന്ന് നന്നാവട്ടെ. അതുവരെ ഒറ്റപ്പെട്ട് ജീവിച്ചാ ചിലപ്പോ ഞാൻ മരണത്തെക്കുറിച്ച് ചിന്തിച്ചു പോകും. അതുകൊണ്ട് മനസ്സിൽ തട്ടി പൂർണ്ണ ഇഷ്ടത്തോടെയാ ചോദിക്കുന്നത്, നീ പോര് എന്റെ കൂടെ. ഈ ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും നിനക്ക് വേണ്ടി ഞാൻ ചെയ്തു തരാം. പകരം എന്നെ ഒരു മനുഷ്യനായി കണ്ട് സ്നേഹിച്ചാൽ മാത്രം മതി. സച്ചിയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി.
അത്രയൊക്കെ ക്യാഷും ബിസിനസ്സും സകലതും ഉണ്ടായിട്ടും അവൻ ആഗ്രഹിക്കുന്നത് അതുമാത്രമാണെന്ന് അവൾക്ക് അവന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമായിരുന്നു. ഒരിത്തിരി സ്നേഹം. അവൾ വിറയ്ക്കുന്ന ചുണ്ടുകളോടെ അവനെ നോക്കി ചോദിച്ചു, സാർ, ശരീരം വിൽക്കാൻ തെരുവിൽ വന്നു നിന്ന ഒരു പെണ്ണിനെ സാറിന് വിശ്വസിക്കാൻ പറ്റുമോ? അത് കേട്ടതും സച്ചി ഒന്ന് ഞെട്ടിപ്പോയി. പിന്നെ ഒരു നിമിഷം ആ ഞെട്ടൽ പുഞ്ചിരി കൊണ്ട് മായ്ച്ചുകൊണ്ട് അവൻ അവളുടെ കൈകൾ തന്റെ കൈകൾക്കുള്ളിലാക്കി അമർത്തി പിടിച്ചു. ശേഷം സ്നേഹത്തോടെ പറഞ്ഞു, ഞാൻ വിശ്വസിക്കും. എനിക്ക് തീർത്തും വിശ്വാസമാണ്. അമ്മയ്ക്കൊരു നേരത്തെ മരുന്ന് വാങ്ങിക്കൊടുത്ത് അമ്മയുടെ വേദന മാറ്റി സുഖമായി ഉറക്കിയിട്ട് അമ്മ അറിയാതെ അമ്മയെയും കൂട്ടി മരിക്കാൻ വേണ്ടിയല്ലേ നീ ശരീരം വിൽക്കാൻ നോക്കിയത്? അല്ലാതെ സ്വന്തം സുഖത്തിനു വേണ്ടി തിരഞ്ഞെടുത്ത വഴിയല്ലല്ലോ ഇത്. ഈ വീടും അമ്മയുടെ വേദനയും നിന്റെ ഈ സാഹചര്യവും കണ്ട എനിക്ക് അതൊക്കെ വ്യക്തമായി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മനസ്സിലാവോളം സ്നേഹമുള്ള കുട്ടിയാണ് നീ. നിന്നെപ്പോലെ ഒരാളെയാണ് എനിക്ക് വേണ്ടത്. അത് പറയുമ്പോൾ അവന്റെയും അവളുടെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞിരുന്നു. ആ ക്രിസ്മസ് രാവിൽ പിന്നൊന്നും നോക്കാതെ സച്ചി അവളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്തു പിടിച്ചു. എന്നിട്ട് അവളുടെ തലയിൽ പതുക്കെ തലോടിക്കൊണ്ട് ചോദിച്ചു, എന്താ തന്റെ പേര്? അവളപ്പോൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. അനാമിക. അവളുടെ ശബ്ദത്തിൽ വല്ലാത്ത വിറയലുണ്ടായിരുന്നു. സച്ചി അപ്പോൾ ഒന്നുകൂടെ അവളെ അവനോട് ചേർത്തു പിടിച്ചു. സന്തോഷവും നന്ദിയും കൊണ്ട് അവളുടെ കണ്ണുനീർ അവന്റെ ഷർട്ടിൽ പടർന്നു. ഇരുട്ടിലും പട്ടിണിയിലുമായിരുന്ന കൊച്ചു വീട്ടിൽ ഒരു പുതിയ ജീവിതത്തിന്റെ പ്രതീക്ഷയുടെ വെളിച്ചം വിരിഞ്ഞ രാത്രിയായിരുന്നു അത്. മാസങ്ങൾ കടന്നുപോയി. മഞ്ഞു മൂടിയ ബാംഗ്ലൂർ നഗരം അടുത്ത വർഷത്തെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ലഹരിയിലായിരുന്നു. ഉയർന്ന കെട്ടിടങ്ങൾക്ക് മുകളിലും വഴിയോരങ്ങളിലും കണ്ണഞ്ചിപ്പിക്കുന്ന ലൈറ്റുകളും ക്രിസ്മസ് ട്രീകളും വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. ടൗണിലെ പേരുകേട്ട ഒരു ഹൗസിംഗ് സൊസൈറ്റിയിലെ മനോഹരമായ ഒരു ഫ്ളാറ്റ്. അകത്തെ പൂമുഖത്ത് ക്രിസ്മസ് ട്രീയിലെ ചെറുവിളക്കുകൾ മിന്നിമറയുന്നുണ്ടായിരുന്നു. മുറിയിൽ നേർത്ത സുഗന്ധവും തണുത്ത കാറ്റും പടർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ ഹാളിലെ സോഫയിൽ തികച്ചും ആരോഗ്യവതിയായി പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അനാമികയുടെ അമ്മ. കരൾ രോഗത്തിന്റെ സകല ലക്ഷണങ്ങളും മാറി സച്ചിയുടെ കൂട്ടുകാരന്റെ ആശുപത്രിയിലെ മികച്ച ചികിത്സയും അനാമികയുടെയും സച്ചിയുടെയും പരിചരണവും കൊണ്ട് അമ്മ പൂർണ്ണമായും സുഖപ്പെട്ടിരുന്നു. അമ്മയുടെ മുഖത്ത് പഴയ തളർച്ചയൊന്നും അപ്പോൾ ഉണ്ടായിരുന്നില്ല. പകരം നല്ല തെളിച്ചവും സന്തോഷവും മാത്രമായിരുന്നു. മോളെ, സച്ചിമോൻ എത്തിയില്ലല്ലോ? അമ്മ സോഫയിൽ ഇരുന്നു കൊണ്ട് ചോദിച്ചു. സച്ചിയേട്ടൻ ഇപ്പോ വരും അമ്മേ. കേക്ക് കട്ട് ചെയ്യാനുള്ള സമയമായില്ലേ? അനാമിക തിളങ്ങുന്ന കണ്ണുകളോടെ മറുപടി നൽകി. നല്ലൊരു ചുവപ്പ് ചുരിദാർ ധരിച്ച് മുടി പിന്നിലേക്ക് ഒതുക്കി കെട്ടി ഐശ്വര്യമുള്ള ഒരു തമ്പുരാട്ടി കുട്ടിയെ പോലെ അവൾ നിന്നു. അന്ന് തെരുവിൽ വെച്ച് കണ്ട പെൺകുട്ടിയിൽ നിന്നും അവൾ ഒരുപാട് മാറിയിരുന്നു. ഭയവും നിസ്സഹായതയും എല്ലാം മാഞ്ഞ് അവളുടെ മുഖത്തപ്പോൾ പ്രണയവും ആത്മവിശ്വാസവും മാത്രമായിരുന്നു. പെട്ടെന്ന് വാതിൽ തുറന്ന് സച്ചി അകത്തേക്ക് കടന്നു വന്നു. അവന്റെ കയ്യിൽ വലിയൊരു ക്രിസ്മസ് കേക്കിന്റെ ബോക്സ് ഉണ്ടായിരുന്നു. ഒരു വർഷം കൊണ്ട് അവന്റെ ജീവിതവും വല്ലാതെ മാറി മറിഞ്ഞിരുന്നു. പഴയ സങ്കടവും നിരാശയും ഒറ്റപ്പെടലും എല്ലാം മാറി സ്നേഹമുള്ള ഒരു ഭർത്താവിന്റെ സന്തോഷം അവന്റെ കണ്ണുകളിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ആ, മോൻ വന്നല്ലോ, അമ്മ സന്തോഷത്തോടെ പറഞ്ഞു. നമുക്ക് കേക്ക് മുറിക്കണ്ടേ? സച്ചി അപ്പോൾ സന്തോഷത്തോടെ ചോദിച്ചു. ശേഷം സച്ചിയും അനാമികയും ചേർന്ന് കേക്ക് ഒരുക്കി വെച്ചു. ചുറ്റിലും ചുവപ്പ് മെഴുകുതിരികൾ കത്തിച്ചു. സച്ചി അനാമികയുടെ കൈപിടിച്ച് കേക്ക് മുറിച്ചു. ആദ്യത്തെ കഷ്ണം അവൻ അമ്മയ്ക്ക് കൊടുത്തു. അമ്മ രണ്ടുപേരെയും മാറി മാറി നോക്കി കണ്ണുകൾ നിറഞ്ഞവരെ അനുഗ്രഹിച്ചു. ശേഷം അവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് കൊടുക്കുകയും കെട്ടിപ്പിടിക്കുകയും എല്ലാം ചെയ്തു. ജീവിതത്തിലെ മനോഹര നിമിഷങ്ങളായിരുന്നു രണ്ടുപേരെ സംബന്ധിച്ചും അതൊക്കെ. ശേഷം ഭക്ഷണമെല്ലാം കഴിഞ്ഞ് അമ്മ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞപ്പോൾ അവൾ ഹാളിലെ അലങ്കാരങ്ങൾ മുഴുവൻ ഒതുക്കി വെച്ചു. സച്ചി അപ്പോൾ ബെഡ്റൂമിൽ അവളെയും കാത്തിരിക്കുകയായിരുന്നു. മുറിയിലെ വലിയ ജനലിലൂടെ പുറത്തെ ബാംഗ്ലൂർ നഗരത്തിന്റെ ക്രിസ്മസ് വെളിച്ചങ്ങൾ കാണാമായിരുന്നു. മുറിയിൽ മങ്ങിയ ചുവന്ന വെളിച്ചം മാത്രം തെളിഞ്ഞു നിന്നു. അനാമിക വാതിൽ പതുക്കെ അടച്ച് ചുണ്ടിൽ ഒരു കുഞ്ഞു ചിരിയുമായി അവൻ അരികിലേക്ക് ചെന്നു. സച്ചി അപ്പോൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ അരക്കെട്ടിലൂടെ കൈകൾ ചുറ്റി അവളെ തന്നിലേക്ക് അടുപ്പിച്ചു നിർത്തി. ഒരു വർഷം മുൻപുള്ള ക്രിസ്മസ് രാവ് ഓർമ്മയുണ്ടോ? നമ്മൾ ആദ്യമായി കണ്ട ദിവസം? സച്ചി അവളുടെ കാതിൽ പതുക്കെ ചോദിച്ചു. അവൾ അപ്പോൾ മെല്ലെ അവന്റെ നെഞ്ചിൽ തല ചായ്ച്ചു. എങ്ങനെ മറക്കാനാണ് സച്ചിയേട്ടാ? അന്ന് കടൽ തീരത്ത് വെച്ച ഏട്ടനെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാനും അമ്മയും ഈ ലോകത്ത് തന്നെ ഉണ്ടാകുമായിരുന്നില്ല. എനിക്ക് ജീവനും ജീവിതവും തന്ന ദൈവമാണ് എന്റെ ഏട്ടൻ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അയ്യേ, അപ്പോഴേക്കും ഇമോഷണലായോ? ഈ കണ്ണുനീര് മാത്രം ഇനി എനിക്ക് കാണണ്ട, സച്ചി പ്രണയത്തോടെ പറഞ്ഞു.
അവൻ അവളുടെ നെറ്റിയിൽ ആഴത്തിൽ ചുണ്ടുകൾ അമർത്തി. ഇടയ്ക്ക് പതിവുള്ളതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഒരിക്കലും പഴയ കാര്യങ്ങൾ ഓർക്കരുത്. സച്ചി അവളുടെ മുഖം ഉയർത്തിപ്പിടിച്ചു. അവൻ അവളുടെ നെറ്റിയിൽ ആഴത്തിൽ ഉമ്മ വെച്ചു. നീയും അമ്മയും ഈ ഒരു വർഷം കൊണ്ട് എനിക്ക് തന്ന സ്നേഹമാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. എത്രയൊക്കെ പൈസ ഉണ്ടായിട്ടും സച്ചി എന്നല്ലാതെ എന്റെ അച്ഛനും അമ്മയും എന്നെ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിന്റെ അമ്മയുടെ നാവിൽ നിന്നും മോനെന്ന വിളി കേൾക്കുമ്പോൾ ഞാൻ എന്തുമാത്രം സന്തോഷിക്കുന്നുണ്ടെന്നറിയാമോ നിനക്ക്? എന്റെ ഏറ്റവും വലിയ സമ്പാദ്യം നിങ്ങളാണ്. സ്വന്തം അച്ഛനും അമ്മയും തരാത്ത സമാധാനവും വിലയും ബഹുമാനവും നിങ്ങൾ എനിക്ക് തന്നു. അവന്റെ വാക്കുകൾ കേട്ടപ്പോൾ അനാമികയുടെ കണ്ണുകളിൽ കണ്ണുനീർ മഴ പോലെ പടർന്നു. സച്ചി പതുക്കെ തന്റെ വിരലുകൾ കൊണ്ട് അവളുടെ ചുണ്ടുകളെയും കവിളുകളെയും തഴുകി. അവൻ അവളുടെ കഴുത്തിലേക്ക് പതുക്കെ മുഖം ചേർത്തു വെച്ചു. അവൾ നാണത്തോടെ കണ്ണുകൾ അടച്ച് അവന്റെ നെഞ്ചിലേക്ക് കൂടുതൽ ഒതുങ്ങിപ്പറ്റി. സച്ചിയുടെ ചൂടുള്ള ശ്വാസം അവളുടെ കഴുത്തിൽ പതിച്ചപ്പോൾ അവളുടെ ശരീരത്തിൽ പതിവുപോലെ വികാരങ്ങൾ നിറഞ്ഞു. ഒപ്പം അളവില്ലാത്ത സ്നേഹവും. സച്ചി അവളെ എടുത്ത് പതിയെ കട്ടിലിലേക്ക് കിടത്തി. ശേഷം മെല്ലെ അവൻ അവൾക്ക് മുകളിലേക്ക് ചാഞ്ഞു. അവളിലേക്ക് പടർന്നു കയറാൻ ആഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന അവന്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അവൾ തന്റെ കൈകൾ അവന്റെ കഴുത്തിന് ചുറ്റും മുറുക്കി പിടിച്ചു. അവൻ അവളുടെ വിറയ്ക്കുന്ന ചുണ്ടുകളിൽ ആഴത്തിൽ ഉമ്മ വെച്ചു. ഒരു വർഷത്തെ ആത്മാർത്ഥമായ പ്രണയത്തിന്റെയും സ്നേഹത്തിന്റെയും പരസ്പരമുള്ള വിശ്വാസത്തിന്റെയും കാഠിന്യത്തിൽ അവർ ആ രാത്രിയിൽ വല്ലാതെ ഇഴുകിച്ചേർന്നു. അവൻ അവളുടെ വിറയ്ക്കുന്ന ചുണ്ടുകളിലേക്കും കഴുത്തിലേക്കും പൂർണ്ണമായി അമർന്നുകൊണ്ടിരിക്കുമ്പോൾ അവൾ സർവവും മറന്ന് അവന്റേത് മാത്രമായി ഒതുങ്ങുകയായിരുന്നു. ഒരു വർഷം കൊണ്ട് തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവർ ആ രാത്രിയെ കൂടുതൽ മനോഹരമാക്കി. പുറത്ത് ക്രിസ്മസ് രാവിന്റെ സംഗീതവും തണുത്ത കാറ്റും ഒരുമിച്ച് പടരുമ്പോൾ കഴിഞ്ഞ വർഷം ഇതേപോലൊരു രാത്രിയിൽ പരസ്പരം ഒന്നായ രണ്ട് മനസ്സുകൾ സ്നേഹത്തിന്റെ പുതുലോകത്തിൽ എല്ലാം മറന്ന് വാരിപ്പുണരുകയായിരുന്നു.